മനുഷ്യനും മനുഷ്യേതരമായ ജീവജാലങ്ങളും നമ്മളുടെ ഏതെങ്കിലും ഒരു സപ്പോർട്ട് കിട്ടിയാൽ മാത്രം അതിന് ഉണരാൻ സാധ്യതയുണ്ട് എന്നറിഞ്ഞ് അത് ചെടിക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാവാം, വീട്ടുമുറ്റത്ത് വരുന്ന പൂച്ചയ്ക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നതാവാം, നമ്മുടെ വീട്ടിലുള്ള വിഷമിച്ചിരിക്കുന്ന മനുഷ്യരുടെ അടുത്ത ആളുകളുടെ അടുത്ത് ചെന്ന് സാരില്ല, എന്തിനും നമുക്ക് പരിഹാരമുണ്ടാക്കാമെന്ന് നല്ലൊരു വാക്ക് പറയുന്നതാവാം, ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് ഹൃദയത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നതുമാവാം. ഇതിനെ പറയുന്ന പേരാണ് ഉപാസന. യഥാർത്ഥത്തിലുള്ള ഉപാസന അതാണ് അദ്ദേഹം പറയാതെ പറഞ്ഞത് മര്യാദയാണ് എൻ്റെ സാധന എന്ന്. നമ്മൾ ദിവസവും കാണാതെ പോകുന്നതിലേക്ക് നമ്മളുടെ കണ്ണ് തുറക്കാനും കേൾക്കാതെ പോകുന്നതിലേക്ക് നമ്മളുടെ കാത് തുറക്കാനും അറിയാതെ പോകുന്നതിലേക്ക് നമ്മളുടെ ഹൃദയം തുറക്കാനും നമുക്ക് കഴിയുന്നതിനെയാണ് മര്യാദ എന്ന് പറയുന്നത്. ആരാണ് നല്ല മനുഷ്യൻ എന്ന ചോദ്യത്തിന് ഞാൻ കേട്ടിട്ടുള്ള ഏറ്റവും നല്ല ഉത്തരം നമ്മുടെ വീട്ടിലുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ കുഞ്ഞിനോടും ഏറ്റവും പ്രായം കൂടിയ അപ്പൂപ്പനോടും അമ്മൂമ്മയോടും അതിനിടയിലുള്ളവരോടുമെല്ലാം തുല്യതയോടെ പെരുമാറുന്ന ആളാണ്, തുല്യതയോടെ കാണുന്ന ആളല്ല, തുല്യതയോടെ പെരുമാറുന്ന ആളാണ് നല്ല മനുഷ്യൻ. പക്ഷെ നമ്മൾ മനുഷ്യരെ എപ്പോഴും തുല്യതയോടെ പെരുമാറാറ് നമുക്കൊപ്പമുള്ളവരോടും അതിന് മുകളിലുള്ളവരോടും മാത്രമാണ്. നമ്മളെപ്പോഴും മര്യാദ കാണിക്കുക നമ്മളുടെ ഒപ്പത്തിനൊപ്പമുള്ളവർ, അതിന് മുകളിലുള്ളവർ. അത് സമ്പത്തിലാവാം, പ്രശസ്തിയിലാവാം, പ്രായത്തിലാവാം, അധികാരത്തിലാവാം, ജാതിയിലാവാം, മതത്തിലാവാം, ദേശത്തിലാവാം. എന്തിലെങ്കിലും നമ്മളെക്കാൾ കുറവ് എന്ന് ഫീൽ ചെയ്താൽ നമ്മുടെ തലച്ചോറ് അവരെ മാനിക്കില്ല. ഇതൊരു മാനുഫാക്ചറിങ് പ്രോബ്ലമാണ് മനുഷ്യൻ്റെ. നമ്മളൊരു ഹൈറാർക്കിക്കൽ സ്പീഷീസ് ആയതുകൊണ്ട് നമ്മൾ എവല്യൂഷനൊക്കെ പഠിച്ചാൽ അത് മനസ്സിലാവും. നമ്മൾക്കൊപ്പത്തിനൊപ്പമുള്ളവർക്ക് നമ്മൾ ഐ കോണ്ടാക്റ്റ് പോലും കൊടുക്കും, ശ്രദ്ധിച്ചാൽ അറിയാം. കുട്ടികളോട് റെസ്പെക്റ്റോടെ മുഖത്ത് നോക്കി സംസാരിക്കുന്നവർ കുറവാണ്. പ്രായമായവരോട് റെസ്പെക്റ്റോടെ കണ്ണിൽ നോക്കി സംസാരിക്കുന്നവർ കുറവാണ്. ഇടയ്ക്ക് വെച്ച് നമ്മൾ സംസാരം നിർത്തിക്കും, ശരി 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 നമുക്ക് പിന്നെ ശരിയാക്കാമെന്ന് പറയും. എന്നാൽ നമ്മളുടെ ഒപ്പത്തിനൊപ്പമുള്ള ഒരാളോടും നമ്മളത് പറയാറില്ല. എത്ര സമയം വേണമെങ്കിലും നമ്മൾ കേട്ടിരിക്കും. കാരണം തുല്യതയോടെ മനുഷ്യരെ കാണുക എന്ന് പറയുന്നത് സ്വാഭാവികമായി നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു ഫാക്കൽറ്റി ഇല്ല. അതുണ്ടാക്കിയെടുക്കാൻ നമ്മൾ നിരന്തരം നമ്മളെ ഓർമ്മിപ്പിച്ചെടുത്ത് നമ്മളത് പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് പണ്ട് ഋഷിമാർ ശ്രവണം, മനനം, നിധിധ്യാസനം എന്ന 3 വാക്ക് ഉപയോഗിച്ചത്. നമ്മൾ ഗണപതിയുടെ വലിയ ചെവി അതാണ്. നമ്മളുടെ തല വെട്ടി ഗണപതിയുടെ തല വെച്ചാലേ നമ്മൾ മര്യാദ ഉള്ളവരാവും. നമ്മുടെ തല അത്ര കൊള്ളില്ല. ഞാൻ പണ്ട് ഗുരുവിൻ്റെ കാൽക്കൽ നമസ്കരിക്കും ദിവസവും പോയിട്ട്. ഞാൻ ഗുരുവിൻ്റെ കൂടെ തന്നെയാണ് കിടക്കാറ്. ഇപ്പോൾ ദിവസവും പോയി നമസ്കരിക്കുമ്പോൾ ഗുരു എന്നോട് പറയും, താൻ എന്തിനാണോ ദിവസവും എഗ്രിമെൻറ്റിൽ ഒപ്പുവെക്കുന്നതെന്ന് ചോദിക്കും. അപ്പം എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ ഞാൻ ഗുരുവിനോട് ചോദിച്ചു, ഗുരുവിൻ്റെ കണ്ണിലേക്ക് നോക്കി. അപ്പോൾ ചോദിച്ചു, താൻ എന്തിനാണ് എൻ്റെ കാൽക്കൽ വന്ന് ദിവസവും നമസ്കരിക്കുന്നത്? നമ്മളാരും ഇതുവരെ ചോദിച്ചിട്ടൊന്നുമില്ല. നമ്മൾ കാലങ്ങളായിട്ട് മനുഷ്യർ ചെയ്യുന്നതുകൊണ്ട് നമ്മളും ചെയ്യുന്നു. എൻ്റെ കാലിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഇരിപ്പുണ്ടോ? താൻ എൻ്റെ കാലിലേക്ക് വരുമ്പോൾ എനിക്ക് പേടിയാണ്, കാരണം എൻ്റെ കാലിൽ നീരാണ്. തനിക്കാണെങ്കിൽ കാലിൽ തല കൊണ്ടെന്ന് വെച്ചാലേ സമാധാനം ഉണ്ടാവും. സാധാരണ ആൾക്കാർ കൈ തൊട്ട് നമസ്കരിക്കും. താനാണെങ്കിൽ ഞാനങ്ങ് സാഷ്ടാംഗം നമസ്കരിക്കും, കിട്ടുന്നതൊക്കെ അങ്ങ് പോരട്ടെ എന്ന് വിചാരിച്ചിട്ട്. നമ്മൾ ഈ വിനയം വേണമല്ലോ നമുക്ക്. അപ്പം ഞാൻ തല കൊണ്ടുപോയിട്ട് ഗുരുവിൻ്റെ കാൽക്കൽ വെക്കും. അപ്പോൾ ഗുരു പറയും, താൻ എന്നെ നമസ്കരിക്കാൻ വരുമ്പോൾ തന്നെ എനിക്ക് പേടിയാണ്, കാരണം എൻ്റെ കാലത്ര വേദനിക്കും. അതുകൊണ്ട് ഇത് എന്താണ് ഈ സംഭവം എന്ന് തനിക്കറിയോ? ഞാൻ പറഞ്ഞു, എനിക്ക് അറിയില്ല ഗുരു. താൻ തൻ്റെ തല എൻ്റെ കാലിൽ കൊണ്ടുവന്ന് വെക്കുമ്പോൾ പിന്നെ എത്ര ശരീരമുണ്ട്?
ഞാൻ പറഞ്ഞു 2 ശരീരം ഇല്ല, ഒരു ശരീരം. നിന്റെ തല എൻ്റെ കാൽക്കൽ വെക്കുമ്പോൾ പിന്നെ എൻ്റെ തലയും നിന്റെ കാലുമാണ്, ഒറ്റ ബോഡിയാണ്. അപ്പം നീ എന്നോട് പറയാണ്, ഗുരു ഇത്രയും നാൾ എൻ്റെ തല പറയുന്നത് കേട്ടിട്ട് ഞാൻ സഞ്ചരിച്ചു, അതെനിക്കൊരു സമാധാനം തന്നില്ല. പക്ഷെ ഗുരുവിൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ നോക്കിയപ്പോൾ ഗുരു നല്ല സമാധാനത്തിൽ ജീവിക്കുന്നു. അപ്പോൾ ഇനി ഞാൻ തീരുമാനിച്ചു, എൻ്റെ തലയെ സറണ്ടർ ചെയ്യണം. എൻ്റെ തല പറയുന്നത് പോലെ ഞാൻ ജീവിച്ചിട്ട് എനിക്കൊരു സ്വസ്ഥതയും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇനി ഗുരുവിൻ്റെ തല പറയുന്നത് പോലെ എൻ്റെ പാദങ്ങളെ ചലിപ്പിച്ച് ഞാൻ ജീവിച്ചു കൊള്ളാമെന്നുള്ള എഗ്രിമെൻ്റാണ് നമസ്കരിക്കൽ. അങ്ങനെ തന്നെ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ട്? ഞാൻ പറഞ്ഞു ഇല്ല, ഞാനിത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ആ തലയ്ക്ക് പറയുന്ന പേരാണ് ഗണപതിയുടെ തല. നമ്മുടെ തല വെട്ടിയിട്ടാണല്ലോ ഗണപതിയുടെ തല വെച്ചിട്ടുള്ളത്. ആ തലയ്ക്ക് കുറേ പ്രത്യേകതയുണ്ട്. ചെവി നമ്മളെ പോലെയല്ല, കുറച്ച് വലുതാണ്. കണ്ണ് വളരെ ചെറുതാണ്. തുമ്പിക്കൈക്ക് മൂക്കിന് കുറച്ച് നീട്ടം കൂടുതലാണ്. ഇത് ഓരോന്നും വളരെ സിംബോളിക്. പണ്ട് നമ്മുടെ ഋഷിമാരൊക്കെ കാര്യങ്ങളൊക്കെ വളരെ സിംബോളിക്കായിട്ട് പറയുന്നു. ഇപ്പം എന്താണ് മര്യാദ എന്നുള്ളതാണ്. ഇപ്പം ഞാൻ തപോവനത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ ആ യോഗി നേരെ മുറിയിലേക്ക് എണീറ്റ് പോയപ്പോൾ ഉടനെ ഞാൻ ദേഷ്യം പിടിക്കുക ചെയ്തു. എന്തുകൊണ്ട് ദേഷ്യം പിടിച്ച? എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതിനെ അങ്ങനെ തന്നെ ഞാൻ വ്യാഖ്യാനിച്ചു. കണ്ടില്ല, നമ്മളെ കണ്ടപ്പോൾ ആൾ ഉള്ളിലേക്ക് കയറിപ്പോയി. ഇയാൾ എന്നാണ് ഉള്ളിൽ വരുന്നത്. ഇയാൾ എന്തൊരു യോഗ്യ, ഇവരൊക്കെയാണോ യോഗിമാർ, കള്ളസ്വാമിമാർ, ഇതൊക്കെ ഉള്ളിൽ വരുന്നത്. അപ്പോൾ ഗണപതി നമ്മളോട് പറയാണ്, കണ്ടതിനെ അപ്പടി വിധിക്കരുത്. കണ്ടതിനെ കുറച്ച് സമയം കൊടുത്ത് ഉള്ളിലിട്ട് വിശകലനം ചെയ്ത് സമയം കൊടുത്ത് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ വിധിക്കാവൂ. അതാണ് ഗണപതിയുടെ കുഞ്ഞു കണ്ണ്. അതേപോലെ തന്നെ വലിയ ചെവിയാണ്, ചെറിയ ചെവിയല്ല, വലിയ ചെവിയാണ്. നമ്മളൊന്നും ഭാരതീയ ദർശന പ്രകാരം ശ്രവണം എന്ന് പറഞ്ഞാൽ കേൾക്കൽ മാത്രമല്ല. കേൾക്കൽ ശ്രവണത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്, ഏറ്റവും ബാഹ്യരൂപം മാത്രമാണ്. യഥാർത്ഥത്തിൽ കേൾക്കുക എന്ന് പറഞ്ഞാൽ ശ്രവണം, മനനം, നിധിധ്യാസനം, ഇത് 3 ചേരുമ്പോൾ മാത്രമേ ഒരാൾ കേൾക്കുന്നുള്ളൂ. ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, പറയുന്ന ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. ഈ പറയുന്നതൊക്കെ കേൾക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ഇന്ന് പറയുന്നതൊക്കെ കേൾക്കുന്നു എന്നാണ് നിങ്ങളും വിശ്വസിക്കുന്നത്. പക്ഷെ ഋഷി പറയുന്നു നമ്മൾ കേട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നാണ്. ഈ കേൾവി പൂർത്തിയാകുന്നത്, ശ്രവണം പൂർത്തിയാകുന്നത് ഞാൻ ഇവിടുന്ന് ഇറങ്ങി വഴിയിൽ 4 ആളെ കണ്ട് വർത്താനം പറഞ്ഞ് അപ്പുറത്ത് പോയി അടുത്തൊരു വ്യവഹാരത്തിലേക്ക് പ്രവേശിക്കുമ്പോഴേക്കും ഈ പറഞ്ഞതെല്ലാം മറന്നുപോകും. ഞാനും മറക്കും, നിങ്ങളും മറക്കും. അതുകൊണ്ട് ഋഷി പറയുന്നു, നിങ്ങൾ കേട്ടത് കുറച്ച് സമയം മാത്രമേ ബോധത്തിൽ തങ്ങി നിൽക്കൂ. മറ്റ് വിഷയങ്ങൾ നിരന്തരം ബോധത്തിൽ വന്ന് ആ കേട്ട വെളിച്ചം നിറഞ്ഞ വാക്കിനെ മറച്ചു കളയും. അതുകൊണ്ട് നമ്മളൊരു കാര്യം കേട്ടാൽ അത് ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ഉള്ളിൽ വെളിച്ചം നിറച്ചിട്ടുണ്ടെങ്കിൽ ഇത് കൊള്ളാം, ഇത് ജീവിതത്തിന് സമാധാനം തരാൻ സഹായിക്കും എന്ന് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ വീണ്ടും വീണ്ടും ഉരുവിട്ടുറപ്പിക്കണം. നമ്മൾ തന്നെ നമ്മളോടത് പറഞ്ഞുകൊണ്ടിരിക്കണം. നമ്മൾ വിചാരിക്കരുത് നല്ലത് കേട്ടാലൊന്നും ഉള്ളിൽ നിന്ന് പോകില്ല എന്ന്. പോകും. മോശം കേട്ടതേ പോവാതിരിക്കും. നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരിക്കലും പോവാതിരിക്കുക ഗോസിപ്പുകളായിരിക്കും. നല്ലതൊക്കെ പെട്ടെന്ന് പോകും, കെട്ടതൊക്കെ അവിടെ തങ്ങി നിൽക്കും. ഇതാണ് നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നം. ഒരാൾ നമ്മളോട് ചെയ്ത മോശം കാര്യം മരിക്കുന്നവരെ നമ്മൾ ഓർക്കും. ചെയ്ത നല്ല കാര്യം ഒരു ചെറിയ തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മറന്നു പോവുകയും ചെയ്യും. ഇതാണ് ബോധത്തിൻ്റെ സ്വഭാവം. അതുകൊണ്ട് നല്ലത് കേട്ടാൽ നിരന്തരം അത് നമ്മളുടെ ബോധത്തിൽ ഉരുവിട്ടുറപ്പിക്കണം. അതുമാത്രം പോരാ, കുറച്ചെങ്കിലും അത് ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യണം. നിധിധ്യാസനം എന്ന് പറയുന്നത് പ്രാക്ടീസാണ്, അത് പ്രാവർത്തികമാക്കണം. ഇപ്പം നമ്മളിവിടെ അലിവിനെ കുറിച്ച് സംസാരിച്ച് പോകുമ്പോൾ ഒരു ദിവസമെങ്കിലും ഒരു ഉണങ്ങിയ ചെടിക്കെങ്കിലും 1 കപ്പ് വെള്ളമെങ്കിലും നമ്മുടെ പറമ്പിൽ പകർന്നു കൊടുക്കാൻ കഴിഞ്ഞാൽ
ഇവിടെ കേട്ട ശ്രവണം പൂർത്തിയായി എന്ന് പറയും. ഇതിനെയാണ് ഗണപതിയുടെ വലിയ ചെവി എന്ന് പറയുന്നത്. പിന്നെ മൂക്ക്, മര്യാദകളാണ്. നമ്മളെ മര്യാദ പഠിപ്പിക്കുകയാണ്. മനുഷ്യൻ്റെ ഒരു സ്വഭാവം, ഇപ്പം ഒരു മനുഷ്യ കുഞ്ഞിൻ്റെ അടുത്ത് നമ്മൾ കുറേ ഭക്ഷണ സാധനങ്ങൾ ഒരു സ്ഥലത്ത് വെച്ചു എന്ന് കരുതുക. കുറച്ച് മാംസം, കുറച്ച് കരിമ്പ്, കുറച്ച് മണ്ണ്, കുറച്ച് കല്ല്, കുറച്ച് മലം, പലതും ഇങ്ങനെ സൈഡിൽ വെച്ചു. എന്നിട്ടൊരു ആനക്കുഞ്ഞിനെ അങ്ങോട്ടേക്ക് വിടുക. ആനക്കുഞ്ഞ് എന്ത് ചെയ്യും? പോയിട്ട് തുമ്പിക്കൈ കൊണ്ട് തപ്പും. ഓരോന്ന് തപ്പി 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 അതിനാവശ്യമുള്ളത്, കൃത്യം അതിന് വേണ്ടത് എടുത്ത് കഴിക്കും. ഒരു നായക്കുഞ്ഞാണെങ്കിലും നേരെ പോയി മണത്ത് നോക്കി അതിനാവശ്യമുള്ളത് കഴിക്കും. മനുഷ്യക്കുഞ്ഞാണെങ്കിലോ ആദ്യം കണ്ടത് വായിലിടും. കല്ലാണെങ്കിൽ കല്ല്, മലമാണെങ്കിൽ മലം. ലോകത്ത് മറ്റെല്ലാ ജീവികളും അത് തപ്പി തപ്പി മണത്ത് നോക്കി അതിന് വേണ്ടത് മാത്രം കഴിക്കുമ്പോൾ മനുഷ്യക്കുഞ്ഞിന്, നമ്മളെപ്പോഴും നമ്മുടെ കുട്ടികൾ മുറ്റത്തിറങ്ങിയാൽ എന്താ നോക്കാറ്? കല്ലെടുത്ത് വായിലിടുന്നുണ്ടോ, മണ്ണെടുത്ത് വായിലിടുന്നുണ്ടോ എന്നാ നോക്കുക. കാരണം എന്താ? മറ്റ് ജീവികൾക്കെല്ലാം തൻ്റെ ശരീരത്തിന്, തൻ്റെ ബോധത്തിന് എന്താണ് വേണ്ടത് എന്ന സോഫ്റ്റ്വെയർ ഉറച്ചു കിട്ടിയ ജീവികളാണ്. നമുക്കതില്ല. അതുകൊണ്ടാണ് നമുക്ക് ശിക്ഷണം ആവശ്യമായിട്ടിരിക്കുന്നത്. നമ്മൾ എന്തിനാണ് ഇത്രയും പ്രായമായിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും. എനിക്ക് 54 വയസ്സ് കഴിഞ്ഞു. ഇപ്പോഴും ഞാൻ വന്നിരുന്ന് എങ്ങനെ നന്നായി ജീവിക്കാമെന്ന് പഠിച്ചുകൊണ്ടിരിക്കും. സമാധാനം ഉണ്ടാവാൻ എങ്ങനെ ചിന്തിക്കണം, എങ്ങനെ പറയണം, എങ്ങനെ പ്രവർത്തിക്കണമെന്ന് നിരന്തരം ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ഇപ്പോഴും നമുക്ക് ഉറച്ചു കിട്ടിയിട്ടില്ല. എപ്പോഴും നമ്മൾ കൺഫ്യൂസ്ഡ് ആണ്. അതുകൊണ്ട് ഋഷി അല്ലെങ്കിൽ ഗണപതി നമ്മളോട് പറയുന്നത്, കൺമുമ്പിൽ വന്നു നിൽക്കുന്നതിനെ മുഴുവൻ അപ്പടി വിഴുങ്ങുന്ന സ്വഭാവം നിർത്തണം. നമ്മുടെ മുൻപിലുള്ള, നമ്മളെ ആകർഷിക്കുന്ന എന്ത് വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നു നിന്നാലും, അത് ആത്മീയമാവാം ഭൗതികമാവാം എന്തുമായിക്കൊള്ളട്ടെ, എന്ത് വിഷയം നമ്മുടെ മുമ്പിൽ വന്നാലും മനസ്സ് ആദ്യം പറയുക അത് സ്വന്തമാക്കിക്കൊന്നാണ്. അല്ല, മനസ്സിന് കൺമുമ്പിലുള്ളത് മുഴുവൻ സ്വന്തമാക്കുക എന്നുള്ളതാണ് മനസ്സിൻ്റെ ഒരു സ്വഭാവം. ഇതെനിക്ക് വേണോ വേണ്ടയോ എന്ന് ചിന്തിക്കുക എന്ന് പറയുന്ന സ്വഭാവം നമുക്കില്ല. മനുഷ്യൻ അടിസ്ഥാനപരമായി ചിന്തിക്കുന്ന ജീവിയല്ല. ചിന്തിക്കാനുള്ള കഴിവ് കൂടി ഉണ്ട് എന്നേ ഉള്ളൂ. ബ്രെയിനിനെ കുറിച്ച് ആഴത്തിൽ പഠിച്ചിട്ടുള്ള ആളുകൾ പറയുന്നത്, ചിന്ത എന്ന് പറയുന്നത് ബ്രെയിനിലെ ഒരു ഏഡഡ് എബിലിറ്റി പോലെയാണ് ഫങ്ഷൻ ചെയ്യുന്നതെന്ന്. നമ്മൾ ഫോളോ ചെയ്യുന്ന ജീവിയാണ്. ഇപ്പം ഞാൻ ഒരിക്കലും ചോദിച്ചിട്ടില്ലല്ലോ, ഒരു ഗുരുവിനെ പോയി നമസ്കരിക്കുമ്പോൾ എന്തിനാണ് നമസ്കരിക്കുന്നത്, ഈ കാൽക്കൽ പോയി നമസ്കരിക്കുന്നതെന്ന് ഞാൻ എന്തുകൊണ്ട് ചോദിച്ചില്ല. ഞാൻ അന്വേഷകനാണ്. ഞാനൊരു അന്വേഷകനായതിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഗുരുവിൻ്റെ അടുത്ത് പോയിട്ടുള്ളത്. ഏതൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ, വിളക്ക് കത്തിക്കുമ്പോൾ, അല്ലെങ്കിൽ ഗുരുക്കന്മാരുടെ ഫോട്ടോയുടെ മുമ്പിൽ പൂക്കൾ കൊണ്ടിടുമ്പോൾ, ക്ഷേത്രത്തിൽ എന്തിനാണ് പോകുന്നത്, എന്തിനാണ് വിഗ്രഹാരാധന, എന്തിനാണ് നാമം ചൊല്ലുന്നത്, എന്താണ് അതിൻ്റെ ഗുണം എന്താണ്, അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിൻ്റെ പിന്നിലുള്ള മനഃശാസ്ത്രം എന്താണ്, ഇതൊന്നും ആലോചിച്ചിട്ടോ ചോദിച്ചിട്ടോ ചിന്തിച്ചിട്ടോ മനസ്സിലാക്കിയിട്ടോ അല്ല നമ്മളിതൊന്നും ചെയ്യാറ്. വീട്ടുകാർ ചെയ്തുകൊണ്ടിരുന്നത് നമ്മളും ചെയ്തു. ഒരാൾ കൃഷ്ണഭക്തയാവുന്നത്, അല്ലെങ്കിൽ ഒരു മുസ്ലിം ആകുന്നത്, ഹിന്ദു ആകുന്നത്, ക്രിസ്ത്യാനി ആകുന്നത് അതിൽ പറയുന്ന വേദപുസ്തകങ്ങൾ പഠിച്ചിട്ടോ മനസ്സിലാക്കിയിട്ടോ അല്ല, അവിടെ വന്ന് ജനിച്ചതുകൊണ്ട് മാത്രമാണ്. ഒരു ഹിന്ദു കുടുംബത്തിൽ വന്ന് ജനിച്ച ആൾ അമ്പലത്തിൽ പോകും. ഒരു മുസ്ലിം കുടുംബത്തിൽ വന്ന് ജനിച്ച ആൾ പള്ളിയിൽ പോകും, ഖുർആൻ പഠിക്കും. ഖുർആൻ പഠിച്ചിട്ടല്ല ആരും മുസ്ലിം ആയത്. ബൈബിൾ പഠിച്ചിട്ടല്ല ആരും ക്രിസ്ത്യാനി ആയത്. ഭഗവത്ഗീത പഠിച്ചിട്ടോ ഉപനിഷത്തോ പഠിച്ചിട്ടോ അല്ല ഒരാൾ ഹൈന്ദവ സംസ്കാരത്തിൻ്റെ ഭാഗമായത്. വന്ന് ജനിച്ചുപോയി. പക്ഷെ എന്നാൽ അതൊന്ന് ചിന്തിച്ച് മനസ്സിലാക്കി കളയാം എന്ന് തീരുമാനിക്കുന്നവരുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കുറവാണ്. കാരണം നമ്മൾ ചിന്തിക്കുന്നവരല്ല. അതുകൊണ്ട് ഗണപതി പറയുന്നു, ജൈവികമായി നമ്മൾ കൺമുമ്പിലുള്ളതൊക്കെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. എന്തും അങ്ങനെ സ്വന്തമാക്കിയിട്ട് ഒരു സ്വസ്ഥതയും അനുഭവിക്കാത്തവരുമാണ്. എന്തൊക്കെ നമ്മൾ സ്വന്തമാക്കിയിട്ടുണ്ട്.
സ്വന്തമാക്കുന്നതിലൂടെ സമാധാനം അനുഭവിച്ച ഒരാൾ പോലും ചരിത്രത്തിലുണ്ടായിട്ടില്ല. സമാധാനം കൊടുക്കുന്നവർക്ക് മാത്രമേ ഉണ്ടാവൂ. സമാധാനത്തിൻ്റെ ഒരു ഫിലോസഫി തന്നെ, മനഃശാസ്ത്രം തന്നെ, എവിടെയാണോ നമ്മളിലുള്ളത് ഒരാളുമായി നമ്മൾ പങ്കുവെക്കുന്നത്, അപ്പോൾ നമ്മളുടെ ഉള്ളിലുണ്ടാകുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് സമാധാനം. ഇപ്പം സ്നേഹം, എൻ്റെ ഉള്ളിൽ ഒരുപാട് സ്നേഹം വന്ന് നിറഞ്ഞു. എൻ്റെ ഉള്ളിലെ സ്നേഹം ഞാൻ അനുഭവിക്കണമെങ്കിൽ അത് പകർന്നു കൊടുക്കാൻ ഒരാളെങ്കിലും ഉണ്ടാവണം. പകർന്നു കൊടുക്കുമ്പോൾ മാത്രം ഫീൽ ചെയ്യുന്നതാണ് സ്നേഹം. നമ്മളിങ്ങനെ ഉള്ളിൽ സ്നേഹം നിറച്ചു വെച്ചിട്ട് നമ്മുടെ മക്കളുടെ അടുത്തേക്കോ ഭർത്താവിൻ്റെ അടുത്തേക്കോ ഭാര്യയുടെ അടുത്തേക്കോ സുഹൃത്തുക്കളുടെ അടുത്തേക്കോ ഒരു പൂച്ചയുടെ അടുത്തേക്കോ നമ്മൾ നമ്മളുടെ സ്നേഹമായിട്ട് ചെല്ലുകയാണ്. അവരെല്ലാവരും പറയണം, നിങ്ങളുടെ സ്നേഹം ഞങ്ങൾക്ക് വേണ്ട. ഒരാൾക്കും നമ്മളുടെ സ്നേഹം വേണ്ട എന്ന് പറഞ്ഞാൽ നമുക്ക് സ്നേഹം അനുഭവിക്കാൻ പറ്റില്ല, നിർജീവമായിരിക്കും. സ്വീകരിക്കാൻ ഒരാൾ ഉണ്ടായാൽ മാത്രം സജീവമാകുന്ന അനുഭവത്തിന് പറയുന്ന പേരാണ് സ്നേഹം. സ്വീകരിക്കാൻ ഒരാളില്ലെങ്കിൽ പാതി വെന്ത അപ്പമാണ് ഒരാളുടെ ഉള്ളിൽ നിറയുന്ന സ്നേഹം. ഒരിക്കലും നമുക്ക് അനുഭവിക്കാൻ പറ്റില്ല. ഇതേപോലെ പക്ഷെ നമ്മുടെ ബ്രെയിനിന് ഇത് അറിയില്ല. അത് വിചാരിച്ചു വെച്ചിട്ടുള്ളത് എല്ലാം സ്വന്തമാക്കിയാൽ സമാധാനം ഉണ്ടാകുമെന്നാണ്. പക്ഷെ ഗണപതി നമ്മളോട് പറയുന്നത്, നിങ്ങൾ എന്ത് മുമ്പിൽ കണ്ടാലും ആദ്യം ആകർഷണം ഉണ്ടാകും, ഇഷ്ടം ഉണ്ടാകും. ഇഷ്ടം തോന്നുന്നതെല്ലാം സ്വന്തമാക്കരുത്, ഹിതകരമായത് മാത്രമേ സ്വന്തമാക്കാവൂ. സ്വന്തമാക്കണ്ടെന്ന് പറയുന്നില്ല, സ്വന്തമാക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഉപനിഷത്തിൽ ഇഷ്ടം എന്നും ഹിതം എന്നും രണ്ട് കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മൾക്കൊരു കാര്യം മുമ്പിൽ കണ്ട് ഇഷ്ടം തോന്നിയാൽ ഒരു നിമിഷം അവിടെ നിന്ന് നമ്മൾ നമ്മളോട് ചോദിക്കണം, ഇത് സത്യത്തിൽ എനിക്ക് ആവശ്യമുണ്ടോ? ഇത് എൻ്റെ സമാധാനത്തിന് സഹായിക്കുമോ? നമ്മൾ ഇതിനാണ് പരിധി നോക്കുക എന്ന് പറയുന്നത്. എന്നിട്ട് തൻ്റെ സമാധാനത്തിന് സഹായിക്കും, ഇത് തനിക്ക് ഗുണം ചെയ്യുന്നതാണെന്ന് 100% ബോധ്യമായാൽ മാത്രം സ്വീകരിച്ചാൽ മതി എന്ന് തീരുമാനിക്കുന്ന ബോധവൃത്തിയാണ് ഈ തുമ്പിക്കൈ എന്ന് പറയുന്നത്. ഇത് ഓരോന്നെടുത്ത് പറയണമെങ്കിൽ ക്ലാസ് മുഴുവൻ പറയേണ്ടി വരും. ഗണപതിയുടെ വാഹനം എലിയാണ്. എന്തൊരു വൈരുദ്ധ്യം! നമ്മളെപ്പോഴും ഒരാളുടെ വാഹനം തീരുമാനിക്കുമ്പോൾ അതിനേക്കാൾ വലിയൊരു ജീവി, അതിനേക്കാൾ ശക്തിയുള്ള, അത്ര കോമൺ സെൻസ് ഇല്ലാതെയാണ് ഇതൊക്കെ ആളുകൾ എഴുതി വെച്ചിട്ടുള്ളത് നമുക്ക് തോന്നും. എലിക്ക് ആന വാഹനമാവുകയാണെങ്കിൽ നമുക്ക് കൊള്ളാം, നോർമലാണ്. ഇത് എലിപ്പുറത്താണ് പുള്ളി സഞ്ചരിക്കുന്നത്. അപ്പോൾ ഋഷി പറയണത്, നിങ്ങൾ എത്ര സൂക്ഷ്മതയുള്ളവരായാലും, നിങ്ങൾ എത്ര വിവേചന ശക്തിയുള്ളവരായാലും, നിങ്ങൾ എത്ര ശ്രവണ മനന നിധിധ്യാസനമുള്ളവരായാലും, എന്തു ഗുണങ്ങൾ നിങ്ങൾക്കുണ്ടായാലും വിനയത്തിൻ്റെ മുകളിലല്ല നിങ്ങൾ സഞ്ചരിക്കുന്നതെങ്കിൽ, സർവസമർപ്പണത്തെ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, എന്നെ കേന്ദ്രമാക്കി വെച്ച് ജീവിക്കുന്നത് മാറ്റി എനിക്ക് ചുറ്റുമുള്ള സർവ്വതിനെയും കേന്ദ്രമാക്കി ജീവിക്കുന്നതിനെയാണ് എലിയുടെ മുകളിൽ സഞ്ചരിക്കുക എന്ന് പറയുന്നത്. വിനയമായിരിക്കണം നമ്മളുടെ ജീവിതം, നമ്മുടെ ചിന്തയെയും നമ്മുടെ വാക്കിനെയും നമ്മളുടെ പ്രവൃത്തിയെയും നയിക്കുന്ന വാഹനം വിനയമായിരിക്കണം. വിനയം നഷ്ടപ്പെട്ടു പോവാതെ സൂക്ഷിക്കണം. വിനയത്തിന് സംസ്കൃതത്തിൽ ഋഷിമാർ കൊടുത്തിട്ടുള്ള മറ്റൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാക്കാണ് ശ്രദ്ധ. ശ്രദ്ധയുള്ള ആൾക്കാണ് വിനയമുള്ള. ശ്രദ്ധയുള്ള ആൾ എപ്പോഴും തന്നെ എല്ലാറ്റിൻ്റെയും കേന്ദ്രമാക്കി വെക്കുന്ന ആളാവില്ല. ബ്രഹ്മത്തെ, ആത്മാവിനെ, ദൈവത്തെ കേന്ദ്രമാക്കി വെക്കുന്ന ആളാവും. ഇതിനാണ് അഹം ബ്രഹ്മാസ്മി എന്ന് പണ്ട് ഋഷിമാർ പറഞ്ഞത്. അപ്പോൾ അത്രയും ബ്രഹ്മത്തെ കേന്ദ്രമാക്കാൻ പറ്റിയില്ലെങ്കിലും, ആത്മാവിനെ കേന്ദ്രമാക്കാൻ പറ്റിയില്ലെങ്കിലും, നമ്മുടെ വീട്ടിലുള്ള 4 പേരെയെങ്കിലും ഒന്ന് കേന്ദ്രമാക്കാൻ നമുക്ക് പറ്റുമോ എന്നാണ് ചോദ്യം. അവിടെ നിന്നാണ് തുടങ്ങേണ്ടത്. ഇങ്ങനെ നമ്മൾ നൂറ്റാണ്ടുകളായി ആർജിച്ചു പോന്നിട്ടുള്ള ശീലവിധേയമായ നമ്മളുടെ സ്വഭാവത്തിനോട് നിരന്തരം സമരം ചെയ്ത്
അതിനെ അഴിച്ചു പണിയുന്നതിലൂടെ മാത്രമേ കുറച്ചും കൂടി മെച്ചപ്പെട്ട ഒരു സ്വസ്ഥതയിലേക്ക് നമുക്ക് എത്താൻ പറ്റൂ. സമാധാനത്തിലേക്ക് എളുപ്പ വഴികളില്ല. ഇന്നിപ്പോൾ ഇഷ്ടം പോലെ ഷോർട്ട് ടൈം കോഴ്സുകളുണ്ട്. 6 മാസം ധ്യാനിച്ചാലൊക്കെ സമാധാനം ഓഫർ ചെയ്യുന്ന കോഴ്സുകൾ നമുക്കുണ്ട്. ഋഷിമാർ പക്ഷേ ഒരു ഓഫറും ഇല്ല. നല്ല പണിപ്പെട്ടാൽ മാത്രമേ ഒരാൾക്ക് ധന്യത അനുഭവിക്കാൻ കഴിയൂ. തപസ്വിയായ ആളുകൾക്ക് മാത്രമേ സമാധാനം അനുഭവിക്കാൻ പറ്റൂ. ബാക്കിയെല്ലാം അനുഭവിക്കാൻ പറ്റും. ഹാപ്പിനെസ് അനുഭവിക്കാൻ പറ്റും. സമാധാനം എന്ന് പറയുന്നത് അനുഭവിക്കണമെങ്കിൽ അവരവരോട് നിരന്തരം സമരം ചെയ്യുന്ന ഒരാൾക്ക് സ്വസ്ഥത അനുഭവിക്കാൻ പറ്റും. നമ്മളെപ്പോഴും മറ്റുള്ളവരോട് സമരം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. നമ്മളിൽ മാറ്റപ്പെടുത്തേണ്ട ഇടങ്ങളുണ്ട് എന്നും നമ്മളെ നമ്മൾ അഴിച്ചു പണിയേണ്ടതുണ്ട് എന്നും നമ്മൾ പലപ്പോഴും അറിയാറില്ല. നമ്മളെപ്പോഴും അപ്പുറത്തിരിക്കുന്ന ആരൊക്കെയോ ശരിയല്ലാത്തത് കൊണ്ടാണ് നമ്മൾ അസ്വസ്ഥരായിട്ടിരിക്കുന്നത് എന്നാണ് നമ്മളെപ്പോഴും കരുതുന്നത്. എൻ്റെ അച്ഛനൊന്ന് നന്നായാൽ, എൻ്റെ അമ്മയൊന്ന് നന്നായാൽ, എൻ്റെ മക്കളൊന്ന് നന്നായാൽ, എൻ്റെ ഭാര്യയും ഭർത്താവും ഒന്ന് നന്നായാൽ, അപ്പുറത്തിരിക്കുന്ന വീട്ടുകാർ നന്നായാൽ, ഈ സമൂഹം നന്നായാൽ, ആ ഇന്ന ജാതിക്കാർ, ഇന്ന മതക്കാർ, ഇന്ന ദേശക്കാർ, ഇവരൊക്കെ ഒന്ന് നന്നായാൽ ഈ ലോകം നന്നായേനെ എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മൾ നന്നാവേണ്ടതുണ്ടെന്ന് ഒരിക്കലും നമുക്ക് തോന്നിയിട്ടില്ല. കാരണം നമ്മുടെ ബ്രെയിനിന്, നമ്മുടെ വാസനയ്ക്ക്, നമ്മളുടെ അടിസ്ഥാനപരമായ സ്വഭാവത്തിന് ഞാൻ മാത്രമാണ് ശരിയെന്നേ തോന്നും. നാരായണ ഗുരു ആത്മോപദേശതകത്തിൽ പറയും, അറിവിലിരുന്ന് ഒരു അഹന്ത ആദ്യമുണ്ടായി വരും, അതിനോട് ഒരു ഇദന്ത വാമയായും വരും, ഇവ രണ്ടുലഭങ്ങൾ പോലെ മായാമരമഖിലം മറയെ പടർന്നിടുന്നു. ബോധത്തെക്കുറിച്ച് പറയണം. അറിവ് എന്ന് പറഞ്ഞ ബോധത്തിൽ ആദ്യമുണ്ടായി വരുന്ന സ്പന്ദനം ഞാൻ എന്നതാണ്. ഞാൻ എന്നതിൻ്റെ കൂടെ എൻ്റേത് എന്നതും വരും. ഈ ഞാൻ എന്നും എൻ്റേത് എന്നും പറയുന്ന നമ്മളുടെ ബോധവൃത്തി ഒരു മരത്തിൽ എങ്ങനെയാണോ വള്ളിച്ചെടി പടർന്ന് പന്തലിക്കുന്നത്, അതുപോലെ പടർന്ന് പന്തലിച്ച് ആ പരമ്പൊരുളിനെ മറച്ചു നിൽക്കുന്ന രീതിയിൽ ജീവിക്കുന്ന ജീവിതമാണ് മനുഷ്യൻ്റെ. അതുകൊണ്ട് ഈ വള്ളിപ്പടർപ്പുകളെ ഒന്ന് അഴിച്ചു മാറ്റണം. ആ അഴിച്ചു മാറ്റാനുള്ള വഴികളാണ് മഹാഗുരുക്കന്മാർ നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ളത്, പറയാൻ ശ്രമിക്കുന്നത്. അതിനെ കേന്ദ്രമാക്കി വെച്ചിട്ടാണ്, അതിലേക്ക് വെളിച്ചം വീശുന്ന രീതിയിലാണ് ഗുരു ഒരു ദേവി സ്തോത്രം എന്ന രീതിയിൽ ജനനീ നവരത്നമഞ്ജരി എന്നുള്ള കൃതി എഴുതിയിട്ടുള്ളത്. നമ്മളിത് ഏതെങ്കിലും പുറത്തിരിക്കുന്ന ആകാശത്തിലോ എവിടെയെങ്കിലും ഇരിക്കുന്ന ഒരു ദേവിയെ സ്തുതിക്കുന്നതായിട്ടൊന്നുമല്ല. സാധാരണ നമ്മുടെ സ്തോത്രകൃതികൾ സാധാരണ എഴുതപ്പെട്ടിട്ടുള്ളതൊക്കെ കേശാദിപാദ പാദാദികേശ വർണ്ണനകളാണ്. പക്ഷെ ഇത് അങ്ങനെ ഒന്നുമല്ല. ഒരു രൂപത്തെ അല്ല, നമ്മളുടെ ബോധത്തിൻ്റെ മധ്യബിന്ദുവായിരിക്കുന്ന ആ സ്വയം പ്രകാശതയെ ധ്യാനിക്കാൻ പറഞ്ഞുകൊണ്ട് അതെങ്ങനെയൊക്കെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്, ആ വെളിച്ചത്തെ, ആ സ്വയം പ്രകാശത്തെ, ആ ആത്മബോധത്തെ അല്പമെങ്കിലും ഒന്ന് രുചിക്കാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നൊക്കെ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ ദുഃഖം അനുഭവിക്കുന്നത്, ഈ ദുഃഖത്തിൽ നിന്ന് എങ്ങനെയാണ് കുറച്ചെങ്കിലും പുറത്തു വരാൻ നമ്മൾ ശ്രമിക്കേണ്ടത്, അതിനെന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മളെ കുറച്ചും കൂടി തെളിമയോടെ മനസ്സിലാക്കേണ്ടത് എന്ന വിഷയങ്ങളൊക്കെയാണ് ഈ ഒരു 9 ശ്ലോകങ്ങളിലൂടെ ഗുരു പറയാൻ ശ്രമിക്കുന്നത്. ആദ്യം ഞാനതൊന്ന് ചൊല്ലാം. ഇപ്പം തന്നെ 8 മണിയായില്ലേ. ഞാനെപ്പോഴും ഒരു കൃതിയിലെ ശ്ലോകങ്ങൾ ചൊല്ലി അത് അന്വയിച്ച് അതിൻ്റെ അർത്ഥം പറയുക എന്നുള്ളതിന് അല്പം പോലും പ്രാധാന്യം കൊടുക്കാത്ത ഒരാളാണ്. കാരണം ഞാൻ എൻ്റെ ഗുരുവിൻ്റെ അടുത്ത് ചെന്നിട്ട് ഒരു പുസ്തകവും എന്നെ പഠിപ്പിച്ചിട്ടില്ല. നേരത്തെ പറഞ്ഞതുപോലെ ഞാനിപ്പോഴും ആലോചിക്കും, ഞാൻ ഈ ജനനീ നവരത്നമഞ്ജരി ഇന്നിവിടെ ക്ലാസ് എടുക്കാൻ തീരുമാനിച്ചപ്പോൾ ആദ്യൻ്റെ ഉള്ളിൽ വന്നത്, അതും കൂടി പറഞ്ഞിട്ട് ഞാനിത് ചൊല്ലാം. ഞാൻ ഗുരുനിത്യയുടെ അടുത്ത് പോകുന്നതിന് മുൻപ് ഒരുപാട് ധ്യാനമൊക്കെ പ്രാക്ടീസ് ചെയ്തിരുന്ന ഒരാളാണ്.
അപ്പോൾ ഈ ഗുരുക്കന്മാരുടെ അടുത്തൊക്കെ ചെന്നാൽ ഉടനെ പോയി കണ്ണടച്ചിരുന്ന് ധ്യാനിക്കുക എന്നതൊരു ശീലമായിരുന്നു. അങ്ങനെ ഞാൻ ഗുരുവിൻ്റെ അടുത്ത് പോയി ഇങ്ങനെ ഇരിക്കും. ഞാൻ ഇങ്ങനെ കണ്ണടച്ച് ധ്യാനത്തിലിരിക്കും. നല്ല ലയമാണ്, കാരണം ഗുരുവിൻ്റെ പ്രസൻസ് അത്ര സുഖകരമാണ്. അപ്പോൾ ഗുരുവിൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ കണ്ണടച്ച് ഇങ്ങനെ ധ്യാനിച്ചിരിക്കുമ്പോൾ ഒരു ദിവസം ഗുരു ഒറ്റയടിയാണ് തലയ്ക്ക്. താനെന്താടും ഇരുന്ന് ഉറങ്ങുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാനാകെ ഞെട്ടിപ്പോയി. ഞാൻ നല്ല സുഖത്തിലാണ് ഇരിക്കുന്നത്, പക്ഷെ ഗുരു താനെന്തായിരുന്നു ഉറങ്ങുന്നതെന്ന് ചോദിച്ചു. പിന്നെ ഒന്നും പറഞ്ഞില്ല. പിറ്റേന്ന് രാവിലെ നടക്കാൻ പോകുമ്പോൾ ഗുരു എൻ്റെ കൈ പിടിച്ചിട്ടാണ്. ഊട്ടിയിൽ ഫെൻഹിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് നാരായണ ഗുരുകുലം. അവിടെയാണ് ഗുരു നിത്യ താമസിച്ചിരുന്നത്. അപ്പോൾ ദിവസവും രാവിലെ മലഞ്ചെരുവിലൂടെ നടക്കാൻ പോകും. അങ്ങനെ ഗുരു എൻ്റെ കൈ പിടിച്ച്, കൂടെ സന്ദർശകരായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഗുരുകുലത്തിൽ ചെന്ന് താമസം തുടങ്ങി ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അങ്ങനെ ഗുരു എൻ്റെ കൈയും പിടിച്ചാണ് നടക്കുന്നത്. നടന്ന് കുറേ ദൂരെത്തിയപ്പോൾ ഈ മലഞ്ചെരുവിലൊക്കെ പച്ച പുൽത്തകിടിയാണ്. അപ്പോൾ ഗുരു ആ പുൽത്തകിടിയിലേക്ക് നോക്കിയിട്ട് എന്നോട് ചോദിച്ചു, എടോ ആ പൂവ് കാണാൻ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അങ്ങോട്ട് നോക്കുമ്പോൾ അവിടെ പൂക്കളൊന്നുമില്ല, പച്ച പുല്ല് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു ഗുരുവിനോട്, ഗുരു അവിടെ പുല്ല് മാത്രമല്ലേ ഉള്ളൂ, പൂക്കളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഗുരു പറഞ്ഞു, താൻ അവിടെ അടുത്ത് പോയിട്ടൊന്ന് നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അടുത്ത് പോയിട്ട് ഇരുന്ന് നോക്കുമ്പോൾ ഈ പുല്ലിൻ്റെ ഇടയിലൊക്കെ വയലറ്റ് നിറത്തിലുള്ള കുഞ്ഞു പൂക്കൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് എണീറ്റ് വന്ന് ഗുരുവിൻ്റെ അടുത്ത് വന്നപ്പോൾ ഗുരു ചോദിച്ചു, പൂവിനെ കണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കണ്ടു ഗുരു. ഇനി താൻ ഇവിടെ നിന്നിട്ടൊന്ന് നോക്കിയെന്ന് പറഞ്ഞു. അപ്പോൾ നിന്നിട്ട് ഞാൻ നോക്കുമ്പോൾ പച്ച പുല്ലും കാണുന്നുണ്ട്, വയലറ്റ് പൂക്കളും കാണുന്നുണ്ട്. അപ്പോൾ ഗുരു എന്നോട് ചോദിച്ചു, കണ്ണു തുറന്നിരുന്നിട്ടും കൺമുമ്പിലുള്ളത് കാണാത്ത നീയാണോ കണ്ണടച്ചിരുന്ന് കാണാനാവാത്തതിനെ തേടുന്നത്? കണ്ണു തുറന്നിരുന്നിട്ടും കൺമുമ്പിലുള്ളത് കാണാത്ത നീയാണോ കണ്ണടച്ചിരുന്ന് കാണാനാവാത്തതിനെ തേടുന്നത്? അന്ന് തിരിച്ചു വന്നിട്ട് ഗുരുവിൻ്റെ ക്ലാസ് മുഴുവൻ അതായിരുന്നു. നമ്മളുടെ ഇന്ദ്രിയങ്ങൾ മുഴുവൻ ബഹിർമുഖമായി സൃഷ്ടിക്കപ്പെട്ടത് അല്ലെങ്കിൽ അങ്ങനെ മാനിഫെസ്റ്റ് ചെയ്തത് ഒരു മഹാ അപരാധമായി കാണേണ്ടതില്ല. അത് നമ്മൾക്ക് ഇത്രമാത്രം പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അനുഭവിക്കുന്ന വിഷയലോകങ്ങൾ ഇത്രമാത്രം പ്രശ്നമായി തോന്നുന്നത് അത് വൃത്തിയായി നമ്മൾ അനുഭവിക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് സർവവും ഉണ്ടായി വന്നത് ഏതൊരു പൊരുളിൽ നിന്നാണോ ആ പൊരുളിനെ സ്പർശിക്കാൻ ആദ്യം ചെയ്യേണ്ടത് ഇന്ദ്രിയാനുഭവങ്ങളിലൂടെ സഞ്ചരിക്കലാണ്. നമ്മളുടെ ബോധത്തിന് ഏറ്റവും പ്രസന്നത തരുന്ന, ഏറ്റവും വെളിച്ചം തരുന്ന, ഏറ്റവും നന്മ തരുന്ന, സമാധാനം തരുന്ന ഇന്ദ്രിയാനുഭവങ്ങളിലൂടെ സഞ്ചരിച്ചിട്ട് വേണം ഇന്ദ്രിയങ്ങൾക്കെല്ലാം കാരണമായിരിക്കുന്ന പൊരുളിനോട് ചേർന്നിരിക്കാൻ. ഇത് പണ്ട് നമ്മുടെ ഋഷിമാർ പാടിത്തന്നിട്ടുണ്ട്. ഓം ഭദ്രം കർണേഭി ശൃണുയാമ ദേവാഹ എന്ന് പറഞ്ഞിട്ട്, ഞാൻ ഭദ്രമായത് കേൾക്കുമാറാവട്ടെ, ഭദ്രമായത് കാണുമാറാവട്ടെ. ഇന്ദ്രിയങ്ങളെ മുഴുവൻ പിൻവലിക്കണം എന്നല്ല ആദ്യം പറഞ്ഞത്, നമ്മളുടെ ബോധത്തിന് വെളിച്ചം തരുന്ന ഇന്ദ്രിയാനുഭവങ്ങളെ തിരഞ്ഞെടുക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഉള്ളിലേക്ക് തിരിയുക എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ട്രാൻസ്ലേഷൻ്റെ ഏറ്റവും വലിയ കുഴപ്പം, കണ്ണടച്ചിരുന്ന് നമ്മളുടെ ഹൃദയത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തിലേക്ക് നോക്കി ധ്യാനിക്കാൻ ഒരു ഉപനിഷത്ത് ഋഷിയും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്കൊരു ദശോപനിഷത്തുകൾ എടുത്താൽ അതിലെവിടെ നിങ്ങൾക്കത് വായിക്കാൻ പറ്റില്ല. പക്ഷെ ഉള്ളിലേക്ക് തിരിയണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉള്ളിലേക്ക് തിരിയുക എന്ന് പറഞ്ഞ ഉടനെ നമ്മൾ കണ്ണടച്ച് നമ്മുടെ ഉള്ളിലേക്ക് നോക്കും. ഉള്ളിലേക്ക് തിരിയുക എന്ന് പറഞ്ഞാൽ അർത്ഥം സൂക്ഷ്മതയുള്ളവരാകുക എന്നാണ് അർത്ഥം. നമ്മൾ കാര്യങ്ങളെ വളരെ ബാഹ്യമായി കാണുന്നവരാണ്. പക്ഷേ കാര്യങ്ങളെ ഏറ്റവും സൂക്ഷ്മമായിട്ട് അറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്നതിനെയാണ് ഉള്ളിലേക്ക് തിരിയുക എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ഈ പറയുന്ന വാക്ക്, ഇത് ഞാനും കേൾക്കുന്നുണ്ട്, നിങ്ങളും കേൾക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഈ പറയുന്ന വാക്ക് അതിൻ്റെ ബാഹ്യപ്രതലം മാത്രമാണ്. ഈ വാക്കിൻ്റെ ഉള്ളിലേക്ക് തിരിയൂ എന്ന് പറഞ്ഞാൽ കണ്ണടയ്ക്കുക എന്നല്ല അർത്ഥം. ഈ വാക്കിലൂടെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ കുറച്ചെങ്കിലും പ്രാവർത്തികമാക്കലാണ് ഉള്ളിലേക്ക് തിരിയൽ.
അപ്പം അന്നത് ഗുരു പറഞ്ഞതിന് ശേഷം ഞാൻ കണ്ണടച്ചിരിക്കൽ കുറഞ്ഞു. അപ്പം അന്ന് ഗുരു പറഞ്ഞതിൽ നിന്ന് ഞാൻ ഉൾക്കൊണ്ടിട്ട് ഞാൻ മൊഴിയാളെന്ന് പറഞ്ഞിട്ട് ഈ 2 വരികളുടെ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിൽ ഞാൻ എഴുതിയിരുന്നു, കണ്ണടച്ചിരുന്നാൽ രോഗി, കണ്ണടഞ്ഞിരുന്നാൽ യോഗി. നമ്മളുടെ കണ്ണ് തനിയെ അടഞ്ഞു പോകുന്ന സമയങ്ങളുണ്ട്, അത് യോഗാവസ്ഥയാണ്. പക്ഷെ കണ്ണടച്ചിരുന്നെത്തുന്നത് യോഗാവസ്ഥയല്ല, അത് രോഗാവസ്ഥയാണ്. നമ്മളുടെ കണ്ണടഞ്ഞു പോകുക എപ്പോഴാണ്? നമ്മളൊരു പാട്ട് കേൾക്കുമ്പോൾ, നല്ലൊരു സംഗീതം, ഒരു കീർത്തനം നമ്മൾ കേൾക്കണമെന്ന് കരുതുക. ആദ്യം നമ്മൾ കണ്ണും കാതും തുറന്നു വെച്ചിട്ടാണ് കേൾക്കുക. പക്ഷെ അത് കേട്ട് കേട്ട് അത് നമ്മളെ ഒരു ആഴത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മളുടെ കണ്ണ് തനിയെ അടഞ്ഞു പോകാറുണ്ട്. നമ്മൾ പുസ്തകം വായിക്കുമ്പോൾ, സംഗീതം കേൾക്കുമ്പോൾ, നല്ല കാഴ്ച കാണുമ്പോൾ പോലും. ഇപ്പം നമ്മളുടെ ഒരു ഇന്ദ്രിയം, ഒരു ചെവിയിലൂടെ ഏറ്റവും നാദാത്മകമായ ശ്രുതിമധുരമായ നമ്മളുടെ ബോധത്തിന് വെളിച്ചം തരുന്ന ഒരു വാക്ക് നമ്മൾ കേൾക്കുമ്പോൾ, ആ വാക്ക്, ആ കേൾവി ആ വാക്കിൻ്റെ മൗനത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അറിയാതെ കണ്ണടഞ്ഞു പോകും. അറിയാതെ കണ്ണടഞ്ഞു പോയാൽ ആ അടഞ്ഞുപോയ കണ്ണിൻ്റെ കൂടെ ഇരുന്ന് കൊടുക്കലിന് പറയുന്ന പേരാണ് ധ്യാനം. ധ്യാനിക്കൽ അല്ല. ധ്യാനം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ് ആണ്, ധ്യാനാവസ്ഥ എന്നാ പറയുക. ധ്യാനിക്കൽ എന്ന് പറയുന്നത് തെറ്റാണ്. നമ്മളൊരു സമാധാനം അനുഭവിച്ച് കഴിഞ്ഞാൽ ആ സമാധാനത്തിൻ്റെ കൂടെ ഇരുന്ന് കൊടുക്കുന്നതിനാണ് ധ്യാനം എന്ന് പറയുക. സമാധാനത്തിന് വേണ്ടിയുള്ള ഇരുന്ന് കൊടുക്കലല്ല ധ്യാനം. സമാധാനത്തിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് വേറെ കാര്യങ്ങളാണ്. അതാണ് നമ്മൾ ഇത്രയും സമയം പറയാൻ ശ്രമിച്ചത്. നമുക്കിതൊന്ന് ഗുരുവിൻ്റെ കൃതി ഒന്ന് കേൾക്കാം. ഒന്നായ മാമതിയിൽ നിന്ന് 1000 ത്രിപുടി വന്ന് ആശുതൻ മതിമറന്ന് അന്നാദിയിൽ പ്രിയമുയർന്ന് ആടലാം കടലിൽ ഒന്നായി വീണു വലയും എന്നാശയം. ഒന്നായ മാമതിയിൽ നിന്ന് 1000 ത്രിപുടി വന്ന് ആശുതൻ മതിമറന്ന് അന്നാദിയിൽ പ്രിയമുയർന്ന് ആടലാം കടലിൽ ഒന്നായി വീണു വലയും എന്നാശയം. ഗതിപെറും നാദഭൂമിയിലമർന്ന് ആവിരാഭ പടരും ചിന്നാഭിയിൽ ത്രിപുടി എന്നാണ് അറുമ്പടി കലർന്ന് ആറിടുന്നു ജനനീ. ഗതിപെറും നാദഭൂമിയിലമർന്ന് ആവിരാഭ പടരും ചിന്നാഭിയിൽ ത്രിപുടി എന്നാണ് അറുമ്പടി കലർന്ന് ആറിടുന്നു ജനനീ. ഇല്ലാതമായയിടും ഉല്ലാസം ഒന്നും അറിവല്ലാതെയില്ല. അനിലനും കല്ലാഴിയും കനലും അല്ലാതെ ശൂന്യമിത് എല്ലാം ഒരാദി അറിവാം. തല്ലാഘവം പറകിൽ ഇല്ല
ക്രിയകൾ മല്ലാടുകില്ല മതി ഈ സല്ലാഭമൊന്നു മതി എല്ലാവരും തിരയും ഉല്ലാഗബോധജനനീ ഉണ്ടായി മാറും അറിവുണ്ടായി മുന്നം ഇതു കണ്ടാടുമംഗമകവും കൊണ്ട് ആയിരം തരമിരുണ്ട് ആശയം പ്രതി ചുരുണ്ട് ആമഹസ്സിൽ മറയും കണ്ടാലും ഈ നിലയിലുണ്ടാകയില്ലറിവ് കണ്ടാലും ഈ നിലയിലുണ്ടാകയില്ലറിവ് അഖണ്ഡാനുഭൂതിയിലെഴും തണ്ടാരിൽ വീണ് മധുവുണ്ടാരമിക്കുമൊരു വണ്ടാണ് സൂരി സുകൃതി ആരായുകിൽ തിരകൾ നീരായിടുന്നു ഭണിനാരായിടുന്നു കുടവും പാരായിടുന്നു അതിനു നേരായിടുന്നുലകം ഓരായികിലുണ്ട് അഖിലവും ആരായുകിൽ തിരകൾ നീരായിടുന്നു ഭണിനാരായിടുന്നു കുടവും പാരായിടുന്നു അതിനു നേരായിടുന്നുലകം ഓരായികിലുണ്ട് അഖിലവും വേരായ നിൻ കഴലിൽ ആരാധനം തരണം വേരായ നിൻ കഴലിൽ ആരാധനം തരണം ആരാൽ ഇതിനൊരു വരം നേരായി വന്നിടുക വേറാരുമില്ല ഗതി നേരായി വന്നിടുക വേറാരുമില്ല ഗതി ഹേ രാജയോഗജനനീ മേലായ മൂലമതിയാലാവൃതം ജനനി നീലാസ്യമാടിവിടും ഈ കീലാലവായ് വനല കോലാഹലം ഭുവനം ആലാപമാത്രമഖിലം കാലാദിയായ മൃദുനൂലാലെ നെയ്യും ഒരു ലീലാപടം ഭവതി മെയ് മേലാകെ മൂടും അതിനാൽ ആരും ഉള്ളത് അറിവീല ആഗമാന്ത നിലയേ കാലാദിയായ മൃദുനൂലാലെ നെയ്യും ഒരു ലീലാപടം ഭവതി മെയ് മേലാകെ മൂടും അതിനാൽ ആരും ഉള്ളത് അറിവീല ആഗമാന്ത നിലയേ മീനായതും ഭവതി മാനായതും ജനനി നീ നാഗവും നഖഗം താനായതും ധരനദീനാരിയും നരനും ആ നാഗവും നരകവും നീ നാമരൂപമതിൽ നാനാവിധ പ്രകൃതിമാനായി നിന്നറിയും ഈ ജ്ഞാനായതും ഭവതി ഹേ
നാദരൂപിണി അഹോ നാടകം നിഖിലവും എൻ പാപമേവതിനൊരമ്പായിടുന്നറിവ് നിൻ പാദതാരിലെഴും എൻ അൻപാണ് മൗറുവി ഒരിരുമ്പാം മനം ധനു അഹംഭാവിയാണു വിജയീ എൻ പാപമേവതിന് ഒരമ്പായിടുന്നറിവ് നിൻ പാദതാരിലെഴും എൻ അൻപാണ് മൗർവി ഒരിരുമ്പാം മനം ധനു അഹംഭാവിയാണ് വിജയീ അമ്പാത്തരുന്നു വിജയം പാപപങ്കിലം അഹം ഭാനമാകും അതിനാൽ വൻഭാരമാർന്ന തനുവും ഭാനമാം ഉലകവും ഭാനമാകും അഖിലം സത്തായി നിന്നുപരി ചിത്തായി രണ്ടുമൊരു മുത്തായി മൂന്നുമറിയും കൃത്തായി നിന്ന് അതിനു വിത്തായി വിണ്ണൊടുമരുത്തായി ദൃഷ്ടി മുതലായി കൊത്തായിടും വിഷയവിസ്താരമന്നം അതിനത്താവുമായി വിലസും സിദ്ധാനുഭൂതിയിലും എത്താതെയാം അതിമഹത്തായിടും ജനനി നീ ഭൂവാദിഭൂതമതിനാവാസമില്ല വെറുമാഭാസമാം ഇതറിവിന്നാഭാവിശേഷം അതിനാവാസമിങ്ങുലകിൽ ആബാധിതം ഭവതിയാൽ നാവാദിതൻ വിഷയി ദാവാസമറ്റ ഭവദാവാസമാകവിലസും ദ്യോവാണ് ഇതിൻ്റെ മഹിമാവാരറിഞ്ഞു ജനനീ വാഴ്ത്തുവാനും അരുതേ ജനനീ വാഴ്ത്തുവാനും അരുതേ. ഒരുപക്ഷെ മലയാള ഭാഷയിലുണ്ടായിട്ടുള്ള ഭക്തിപ്രധാനമായ ഉപനിഷത് സാര സംഗ്രഹം എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ കൃതിയെ, ഈ ജനനീ നവരത്നമഞ്ജരിയെ പറയാം. ഇതിൽ ഭക്തിയുണ്ട്, ജ്ഞാനമുണ്ട്, അനുഭൂതിയുണ്ട്. എല്ലാം ഈ ഒരു കൃതിയുടെ രചനയിൽ തന്നെ ഒരു നാദമുണ്ട്. വെറുതെ കേട്ടാൽ തന്നെ നമ്മുടെ ഉള്ളിലൊരു വെളിച്ചം നിറയ്ക്കുന്ന ഒരു മഹിമ ഈ ഒരു കൃതിയിലുണ്ട്. ഒന്നായ മാമതിയിൽ നിന്ന് 1000 ത്രിപുടി വന്ന് ആശുതൻ മതിമറന്ന് അന്നാദിയിൽ പ്രിയമുയർന്ന് ആടലാം കടലിൽ ഒന്നായി വീണു വലയും എന്നാശയം. നമ്മൾ എന്തുകൊണ്ടാണ് ദുഃഖം അനുഭവിക്കുന്നത്? നമ്മൾ ദുഃഖം അനുഭവിക്കുന്നതിൻ്റെ കാരണം ഗുരു പറയുകയാണ്. നമ്മളൊക്കെ വിചാരിക്കുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നതൊന്നും നടക്കാത്തത് കൊണ്ടാണ് നമ്മൾ ദുഃഖം അനുഭവിക്കുന്നത് എന്നാണ്. പൊതുവെ എല്ലാ മനുഷ്യരുടെ, അത് ഭൗതികനായാലും ആത്മീയനായാലും, നമ്മൾ ആഗ്രഹിക്കുന്നത് സാക്ഷാത്കരിക്കാതിരിക്കുന്നു എന്നതിനാൽ നമ്മൾ ദുഃഖം അനുഭവിക്കുന്നു എന്നാണ് നമ്മൾ ധരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ ദുഃഖമില്ലാതെയാക്കാൻ വേണ്ടി നമ്മൾ എന്ത് വില കൊടുത്തും നമ്മുടെ ആഗ്രഹങ്ങളെ മുഴുവൻ നമ്മൾ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുന്നത്.
ഇതൊരു മനുഷ്യൻ്റെ സ്വഭാവമാണ്. ഇവിടെ നമ്മുടെ ഋഷിമാരുടെ ഒരു പ്രത്യേകത, നിങ്ങളോട് അല്ലെങ്കിൽ നമ്മളോട് ദൈവത്തിൽ വിശ്വസിക്കണമെന്നോ വിശ്വസിക്കണ്ട എന്നോ, അദ്വൈതത്തിൽ വിശ്വസിക്കണമെന്നോ വിശ്വസിക്കണ്ട എന്നോ, അമ്പലത്തിൽ പോകണമെന്നോ പോകണ്ട എന്നോ ഒന്നും അവർ പറയാൻ ശ്രമിച്ചിട്ടില്ല. ഋഷിമാർ പറയാൻ ശ്രമിച്ചത് അറിവാണ്, ബോധശാസ്ത്രമാണ്. നമ്മളുടെ ബോധം എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാനാണ് അവർ പറഞ്ഞത്. കാര്യങ്ങളെ വസ്തുനിഷ്ഠമായി അറിഞ്ഞ് കൃത്യമായി നമ്മളുടെ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയെയും വിഷയലോകങ്ങളിൽ വിവേകപൂർവം വ്യാപരിപ്പിച്ചാൽ മാത്രമേ ആത്മനിഷ്ഠമായ ഉണർവുണ്ടാകൂ എന്നാണ് ഉപനിഷത്ത് ദർശന സാരം. ആത്മനിഷ്ഠമായ അറിവുണ്ടായിട്ട് കാര്യമില്ല. ആത്മനിഷ്ഠമായ അറിവുണ്ടാവണമെങ്കിൽ ആത്മനിഷ്ഠമായ അറിവ് എന്ന് പറയുന്നത് അനുഭവമാണ്, അനുഭൂതിയാണ്. അതിന് വസ്തുനിഷ്ഠമായ നമ്മളുടെ ലോകത്തെ വിവേകപൂർവം ജീവിക്കുന്ന ഒരാളിൽ മാത്രമേ ആത്മനിഷ്ഠമായ ഉണർവുണ്ടാവൂ. വസ്തുനിഷ്ഠമായി നമ്മൾ കാര്യങ്ങളെ സമീപിക്കണമെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് ദുഃഖമുണ്ടായി എന്ന് ചോദിച്ചാൽ ഉടനെ ആളുകൾ പറയും, നിനക്ക് ഭക്തി ഇല്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ജ്ഞാനമില്ലാത്തത് കൊണ്ടാണ്. നമുക്ക് ഉടനടി ഉത്തരമുണ്ട്, വേണ്ടത്ര ഉപാസന ഇല്ലാത്തതുകൊണ്ടാണ്, നാമം ചൊല്ലാത്തത് കൊണ്ടാണ്, പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ്, ധ്യാനിക്കാത്തത് കൊണ്ടാണ്. പക്ഷെ ഗുരു പറയുന്നത് അതുകൊണ്ടൊന്നുമല്ല. നമ്മളുടെ ബോധം ദുഃഖം അനുഭവിക്കുന്നതിൻ്റെ കാരണമാണ് ഈ ആദ്യ മന്ത്രത്തിലെ പകുതി വരികളിൽ ഗുരു വളരെ ഇങ്ങനെ അടുക്കി വച്ചിട്ടുള്ളത്. ഒന്നായ മാമതിയിൽ നിന്ന് 1000 ത്രിപുടി വന്ന് ആശു തൻ മതിമറന്ന് അന്നാദിയിൽ പ്രിയമുയർന്ന് ആടലാം കടലിൽ ഒന്നായി വീണു വലയും എന്നാശയം. എൻ്റെ ആശയം എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സ്. ഒന്നായ മാമതിയിൽ നിന്ന്, ഏകമായിരുന്ന ഒന്നായിരുന്ന പരമ്പൊരുളിൽ നിന്നാണ് ഈ കാണായ നാമരൂപാത്മകമായിട്ടുള്ള ഈ ത്രിപുടികളെല്ലാം ഉണ്ടായി വന്നത്. ഞാനിപ്പോൾ എൻ്റെ ഇന്ദ്രിയങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന, ഞാനിതിനെ മൈക്ക് എന്ന് പറയും, ഇതിനെ പുസ്തകം എന്ന് പറയും, ഇത് മൊബൈൽ എന്ന് പറയും, ഇത് വാച്ചാണെന്ന് പറയും, ഇത് എൻ്റെ ശരീരമാണെന്ന് പറയും, ഇവിടെ ആണുങ്ങളുണ്ടെന്ന് പറയും, പെണ്ണുങ്ങളുണ്ടെന്ന് പറയും, പ്രായമായവരുണ്ട്, പ്രായം കുറഞ്ഞവരുണ്ട്, ബെഞ്ചുണ്ട്, തുണിയുണ്ട്, മൈക്കുണ്ട്, സ്പീക്കറുണ്ട്, ഫോട്ടോ ഉണ്ട്. ഇങ്ങനെ പലതായിട്ടാണ് നമ്മളിതിനെ വ്യാപരിക്കുന്നത്. നമ്മുടെ അനുഭവം ഇതൊക്കെ പലതായിട്ട് തന്നെയാണ്. പക്ഷെ ഇതെല്ലാം സൂക്ഷ്മമായ അറിവുണ്ടാകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ എന്താണ് മൈക്കായിരിക്കുന്നത്, യഥാർത്ഥത്തിൽ എന്താണ് ഈ മൊബൈലായിട്ടിരിക്കുന്നത്, യഥാർത്ഥത്തിൽ എന്താണ് പുസ്തകമായിരിക്കുന്നത് എന്ന് അന്വേഷിക്കുന്ന ഒരു ബുദ്ധി, അതിന് അന്വേഷകൻ എന്ന് പറയുന്നത്. അന്വേഷകൻ എന്ന് പറഞ്ഞാൽ ദൈവത്തെ അന്വേഷിക്കുന്ന ആളല്ല ആത്മാന്വേഷകൻ. ആത്മാവിനെ അന്വേഷിക്കുന്ന ആളല്ല ആത്മാന്വേഷകൻ. കൺമുമ്പിലുള്ളതിനെ അന്വേഷിക്കുന്ന ആളാണ് ആത്മാന്വേഷകൻ. അല്ലാതെ ഇതിനെ വിട്ടിട്ട് ഇതിൻ്റെ അപ്പുറത്തിരിക്കുന്ന ഏതോ ഒന്ന് തേടി പോകുന്ന ആളല്ല സ്പിരിച്വൽ ആൾ. എൻ്റെ മുൻപിലുള്ളത് എന്താണ്, ഇതെന്താണ് എന്ന് എന്നോടൊരാൾ ചോദിക്കുമ്പോൾ ഞാൻ ആദ്യം ഉത്തരം പറയും, ഇതൊരു പുസ്തകമാണ് എന്ന് ഉത്തരം പറയും. അത് എൻ്റെ ഏറ്റവും ബാഹ്യമായ ഒരു അറിവ് മാത്രമാണ്. ഇത് പുസ്തകമാണ് എന്നത് തെറ്റല്ല, സത്യമാണ്. പക്ഷെ അത് സത്യത്തിൻ്റെ ഏറ്റവും ബാഹ്യമായ ഒരു രൂപം മാത്രമാണ്. കുറച്ചും കൂടി ഒരു യഥാർത്ഥ ഗുരു നമ്മളോട് ചോദിക്കും, ഓക്കെ സമ്മതിച്ചു, ഇത് പുസ്തകമാണെന്ന് സമ്മതിച്ചു, പിന്നെ എന്താണ്, ശരിക്കും എന്താണ്, ഒന്നുകൂടി പറയും. അപ്പോൾ ഒന്നുകൂടി നോക്കിയിട്ട് പറയും, കുറേ കടലാസുകളാണെന്ന് പറയും. ഒരു കടലാസ് ഒരു പ്രത്യേക രീതിയിൽ തുന്നിച്ചേർത്തതിനെ ഞാൻ പുസ്തകമെന്ന് പറയുന്നു എന്ന് പറയും. അവസാനം ഗുരു ഈ പുസ്തകം എടുത്തിട്ട് ഇതിനെ അങ്ങ് കീറിയിട്ട് ഒന്നും ഇതിൽ നിന്ന് എടുത്തു കളയുകയോ ഒന്നും ഇതിലേക്ക് കൂട്ടിച്ചേർക്കുകയോ ചെയ്യാതെ, ഒന്നും എടുത്തു കളയുന്നില്ല, ഒന്നും കൂട്ടിച്ചേർക്കുന്നില്ല,
ഇതിനങ്ങ് കീറിയിട്ട് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് എന്നോട് ഇതിപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും കടലാസ് കഷണങ്ങൾ എന്ന് പറയും, കുറേ പേപ്പറുകളാണെന്ന് പറയും. പിന്നെ അദ്ദേഹം ഇത് മുഴുവൻ കീറി 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 കുറേ കടലാസ് ഇങ്ങനെ ഇട്ട് ഞാൻ പറയും കീറിയ കടലാസുകളാണെന്ന് പറയും, ഒന്നും കൂട്ടിച്ചേർത്തിട്ടില്ല. പിന്നെ അദ്ദേഹം ഇതിനങ്ങ് കത്തിച്ച് കളഞ്ഞു എന്ന് കരുതുക. ഇതിനെ കത്തിച്ച് കളയുമ്പോൾ എന്നിട്ട് എന്നോട് ചോദിക്കും, കുറേ ചാരം കത്തി കഴിയുമ്പോൾ കുറേ ചാരമാകും അവിടെ. അപ്പം എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ആ കടലാസിലുണ്ടായിരുന്ന കുറേ കണ്ടന്റുകൾ പുകയായും അഗ്നിയായും വായുവായും ഇവിടെ പോയി, ബാക്കി ചാരം മാത്രമാണ് ഇവിടെ. പിന്നെ അത് ഗുരു ഇങ്ങനെ ഞൊരടി 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 കുറേ സമയം കഴിയുമ്പോൾ ഇവിടെ ഒന്നും ഉണ്ടാവില്ല. എന്തെങ്കിലും ഞാൻ ഇതിൽ ഉണ്ടായിരുന്ന എന്തിനെങ്കിലും ഞാൻ ഇല്ലാതെയാക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ രൂപത്തെ മാത്രമാണെന്ന് നമ്മളോട് പറയും. ഇതിൽ എന്തൊക്കെ ആറ്റംസ് ഉണ്ടായിരുന്നു, ആ ആറ്റംസ് ഒക്കെ വിഘടിച്ച് യാതൊന്നുകൊണ്ടാണോ ഇത് ഉണ്ടാക്കിയത് അതെല്ലാം വിഘടിച്ച് ഈ അന്തരീക്ഷത്തിലേക്ക് വിലയിച്ചു എന്നല്ലാതെ ഒന്നും ഇവിടെ ഇല്ലാതായിട്ടില്ല, ഒന്നും പുതുതായി ഉണ്ടായിട്ടുമില്ല. ഉള്ള ആറ്റംസിനെ ഒരു പ്രത്യേക രീതിയിൽ രൂപപ്പെടുത്തിയ ഒരു രൂപത്തെയാണ് നീ കണ്ടത് എന്ന് പറയും. ഇതിനെയാണ് ആത്മാന്വേഷണം എന്ന് പറയുന്നത്. അതായത് വസ്തുനിഷ്ഠമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ സൂക്ഷ്മമായിട്ട് അറിയുക, സൂക്ഷ്മമായ അറിവിനെയാണ് ആത്മാന്വേഷണം എന്ന് പണ്ട് മുതലേ ഋഷിമാർ പറയും. അതുകൊണ്ട് കൺമുമ്പിലുള്ളത് ഞാൻ അന്വേഷിക്കുമ്പോൾ ഇത് മൈക്ക്, ഇത് മനുഷ്യ ശരീരം, ആണ് പെണ്ണ്, പ്രായം കൂടിയർന്നൊക്കെ പറഞ്ഞ രീതിയിൽ ഈ അനുഭവിക്കുന്നതെല്ലാം ഒരേ ഒരു പൊരുളിൽ നിന്ന് രൂപപ്പെട്ടു വന്ന നാമരൂപാത്മകമായി ഞാൻ അനുഭവിക്കുന്ന പലതരത്തിലുള്ള ത്രിപുടികളാണ് എന്നത് ഈ നാമരൂപം ഉണ്ടായപ്പോൾ നമ്മൾ മറന്നുപോയതാ. ഒന്നായ മാമതിയിൽ നിന്ന് 1000 ത്രിപുടി വന്നപ്പോൾ, ത്രിപുടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ജ്ഞാനം, ജ്ഞേയം, ജ്ഞാതാവ്. ഏതൊരു ബാഹ്യമായ ഒരു വസ്തുവിനെയും നമ്മൾ അറിയുമ്പോൾ 3 ആയിട്ടത് പിരിഞ്ഞാണ് നമ്മൾ അറിയുക. അറിയുന്ന വസ്തു പുറത്തിരിക്കും, അറിയുന്ന ആളുണ്ടാവും, ഒരറിവുണ്ടാവും. അറിയപ്പെടുന്നത്, അറിയുന്ന ആൾ, അറിവ് എന്ന് പറയുന്ന 3 പിരിഞ്ഞ് നമുക്ക് ഈ ലോകത്തെ അനുഭവിക്കാൻ പറ്റും. ഇങ്ങനെയുള്ള അനേക കോടി നാമരൂപാത്മകമായ ത്രിപുടികളാണ് നമുക്ക് ചുറ്റുമുള്ളത്. ഇത് ഇങ്ങനെ ആവിഷ്കൃതമായപ്പോൾ ആശു തൻ മതി മറന്ന് ഒന്നിൽ നിന്നാണ് ഈ സർവവും ഉണ്ടായി വന്നിട്ടുള്ളതെന്ന് നമ്മൾ മറന്നുപോയി. ഒന്നായ മാമതിയിൽ നിന്ന് 1000 ത്രിപുടി വന്ന് ആശു തൻ മതി മറന്ന്, അത് മറന്നു പോയപ്പോൾ എന്തുണ്ടായി? അന്നാദിയിൽ പ്രിയമുയർന്ന്, താൻ തന്നെ യാതൊന്നിൽ നിന്നാണോ ഞാനുണ്ടായി വന്നത് അതേ കാരണത്തിൽ നിന്ന് തന്നെയാണ് എനിക്ക് ചുറ്റും ഇരിക്കുന്ന നാമരൂപാത്മകമായ സർവവും ഉണ്ടായി വന്നത് എന്നത് മറന്നു പോയപ്പോൾ പുറത്തിരിക്കുന്നതൊക്കെ തന്നിൽ നിന്ന് അന്യമാണ് എന്ന തെറ്റിദ്ധാരണ ഉണ്ടാവുകയും അതിനോടൊക്കെ പ്രിയം തോന്നി എല്ലാം സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തു. നമ്മുടെ ഒരു ബോധശാസ്ത്രമാണ് കേട്ടോ ഗുരു പറയും. നമുക്ക് എന്തുകൊണ്ടാണ് പലതും സ്വന്തമാക്കാൻ തോന്നുന്നത്? അത് നമ്മളിൽ നിന്ന് അന്യമാണ് എന്ന് തോന്നുന്നത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് നമുക്ക് ചുറ്റുമുള്ളതിനോട് ഇഷ്ടം തോന്നുന്നത്? നമുക്ക് പലതിനോടും ഇഷ്ടം തോന്നുന്നത് അത് നമ്മളിൽ നിന്ന് അന്യമല്ലാത്തത് കൊണ്ടാണ്. ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമുക്ക് ചുറ്റുമുള്ളതിനോട് ഇഷ്ടം തോന്നുന്നത് നമ്മളിൽ നിന്ന് അന്യമല്ലാത്തത് കൊണ്ടാണ്. ഇഷ്ടം തോന്നിയതെല്ലാം സ്വന്തമാക്കണമെന്ന് തോന്നുന്നത് അത് നമ്മളിൽ നിന്ന് അന്യമാണെന്ന് തോന്നിയത് കൊണ്ടാണ്. ഇഷ്ടം തോന്നുന്നത് തെറ്റല്ല, ഇഷ്ടം തോന്നുന്നത് ആത്മാനുഭവമാണ്. പക്ഷെ ഇഷ്ടം തോന്നിയത് സ്വന്തമാക്കണമെന്ന് തോന്നിയത് അത് തന്നിൽ നിന്ന് അന്യമായിരിക്കുന്നു എന്ന് തോന്നിയത് കൊണ്ടാണ്. തന്നിൽ നിന്ന് അന്യമല്ല സർവവും എന്ന് തോന്നിയാൽ നമ്മുടെ ഉള്ളിൽ പിന്നെ ഉണ്ടാവുക ആസ്വാദനമാണ്. നമ്മളെപ്പോഴും ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഹിമാലയത്തിൽ പോയാൽ പോലും എൻ്റെ സുഹൃത്തുക്കൾ പറയാറുണ്ട്, ഇവിടെ ഒരു 5 സെന്റിന് എന്താ വില എന്ന് ചോദിക്കും. നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് സ്ഥലത്ത് പോയാലും നമ്മൾ ഉടനെ അവിടെ ഒരു 5 സെന്റ് വാങ്ങി വീട് വെക്കാൻ തോന്നും.
കാരണം ഇഷ്ടപ്പെട്ടതൊക്കെ സ്വന്തമാക്കണം തോന്നും. ഇഷ്ടപ്പെടുന്നത് നമ്മളിൽ നിന്ന് അന്യമല്ലാതിരിക്കുന്നത് കൊണ്ടാണ് നമുക്കെല്ലാം ഇഷ്ടപ്പെടുന്നതെന്ന് നമ്മൾ മറന്നുപോകും. ഞാൻ പണ്ട് ഗുരുവിൻ്റെ കൂടെ ഇങ്ങനെ ദിവസവും നടക്കാൻ പോകുന്ന സമയത്ത് ഞാൻ വീട് ഉപേക്ഷിച്ച്, നാട് ഉപേക്ഷിച്ച്, മതം ഉപേക്ഷിച്ച്, എല്ലാം ഉപേക്ഷിച്ച്, ഞാനൊരു വിശ്വപൗരനാണ്, ഈ പ്രപഞ്ചം മുഴുവൻ എനിക്ക് ഒന്നാണെന്ന് കരുതിയിട്ടാണ് ഞാൻ വീടൊക്കെ വിട്ട് ചെറുപ്പത്തിൽ പോയത്. എന്നിട്ടാണ് ഞാൻ ഗുരുവിൻ്റെ അടുത്ത് പോയി താമസിക്കുന്നത്. ഇപ്പോൾ ഗുരുകുലത്തിൻ്റെ സൈഡിലുള്ള റോഡിലൂടെ നടക്കാൻ പോകുമ്പോൾ റോട്ടിലൊക്കെ ഇങ്ങനെ ഈ യൂക്കാലിപ്റ്റസിൻ്റെയും മറ്റു മരങ്ങളുടെയൊക്കെ കൊമ്പ് ചില്ലൊക്കെ വീണ് കിടപ്പുണ്ടാവും. പിന്നെ അതിലൂടെ പോകുന്ന പശുക്കളൊക്കെ ആയിട്ടുള്ള ചാണകമൊക്കെ കിടപ്പുണ്ടാവും. അപ്പോൾ ഗുരു പറയും, എടോ, ഈ താഴത്തെ ഗ്രാമത്തിൽ നിന്ന് കുട്ടികൾ സ്കൂളിൽ പോകുന്ന വഴിയാണിത്, അവർക്കൊക്കെ ആകെ ഒരു സെക്ടറേ ഉണ്ടാവും. അപ്പോൾ ഈ കുട്ടികളൊക്കെ ഈ ചാണകത്തിൽ ചവിട്ടി കാലി വഴുതി വീണാൽ ഈ സ്വെറ്റർ പിന്നെ അലക്കിയിട്ടാൽ ഒരാഴ്ച എടുക്കും ഉണങ്ങാൻ. ആ ഒരാഴ്ച അവർ തണുത്ത് വരച്ചിട്ടാണ് കിടക്കുക. അതുകൊണ്ട് നടരാജൂരുള്ള കാലത്ത് ഞങ്ങൾ നടക്കാൻ ഇറങ്ങുമ്പോൾ ആദ്യം ചെയ്യുക റോഡിലുള്ള കൊമ്പും ചില്ലയൊക്കെ എടുത്ത് മാറ്റും, പിന്നെ ചാണകമൊക്കെ വാരി റോഡ് വൃത്തിയാക്കും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ചെറുപ്പക്കാരാണ്, എനിക്ക് പ്രായമായി. നിങ്ങളെല്ലാവരും എൻ്റെ വായിൽ നിന്ന് വീഴുന്ന അമൃത വാക്കും നോക്കി നടക്കുമ്പോൾ ഈ ഇടയ്ക്ക് താഴെ കിടക്കുന്ന കൊമ്പും ചില്ലയും കൂടി ഒന്ന് കാണണം. അവിടെ ഇതൊക്കെ ഒന്ന് മാറ്റിയിടണം. ഉടനെ തന്നെ ഞാൻ കേട്ടപാടി ഞാൻ ഗുരുകുലത്തിലേക്ക് ഓടി ഒരു വലിയ ചട്ടിയും ഒരു കൈക്കോട്ടൊക്കെ എടുത്ത് വന്ന് ഞാൻ ചാണകമെല്ലാം കോരി അതും എടുത്ത് തലയിൽ വെച്ച് ഗുരുകുലത്തിലേക്ക് നടക്കുക. അപ്പോൾ ഗുരു എന്നോട് ചോദിച്ചു, താൻ എവിടേക്ക് അതായിട്ട് പോണേ? ഞാൻ പറഞ്ഞില്ല ഗുരു, ഇത് ഗുരുകുലത്തിലെ ചെടിക്കിട്ട് കൊടുക്കാനാണ്. അപ്പോൾ ഗുരു ചോദിച്ചു, ഇവിടെ ഈ റോഡ് സൈഡിലൊന്നും ചെടിയില്ലേ? ഞാൻ ആരാണ്? ലോകം മുഴുവൻ ഒന്നാണെന്ന് കരുതി ബന്ധങ്ങളും സ്വന്തങ്ങളൊക്കെ ഉപേക്ഷിച്ച് വീടും നാടും വിട്ട് സർവസംഘ പരിത്യാഗിയായ ആത്മാവിനെ അന്വേഷിച്ചു പോയ ആളാണ്. ഗുരുകുലത്തിൽ 4 ദിവസം താമസിച്ചപ്പോൾ ഗുരുകുലത്തിലെ കോമ്പൗണ്ട് മാത്രമാണ് എൻ്റെ സ്ഥലം, ബാക്കിയൊന്നും എൻ്റേതല്ല. അതുകൊണ്ടാണല്ലോ ഞാൻ പോണേ. ഗുരു അവിടെ തിരുത്താണ്. ഗുരു പറയാണ്, ഈ റോഡ് സൈഡിലുള്ള ചെടി എന്താ, ഇതൊന്നും ചെടികളല്ലേ, ഇവിടെ എന്താ ഇട്ട് കൊടുക്കാൻ തനിക്ക് തോന്നാത്തത്? അപ്പോഴാണ് നമ്മളത് ആലോചിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്ന ആശ്രമത്തിൽ പോയി താമസിച്ചാൽ നമ്മൾ ഉയർന്ന ആളായിന്ന. ആശ്രമത്തിൽ പോയി താമസിക്കുന്നത് ഈ ഷൗക്കത്ത് തന്നെയാണല്ലോ. ഈ ഞാനും എൻ്റേതും എന്ന് പറയുന്നത് അത്ര പെട്ടെന്ന് പോവില്ല. ഇപ്പം നിങ്ങളെല്ലാവരും ഇവിടെ കസേരയിൽ വന്നിരുന്നു. നമ്മളിനിപ്പോൾ ഇവിടെ ഒന്ന് പുറത്ത് പോയി എന്ന് കരുതുക, വെറുതെ ഒരു 10 മിനിറ്റ് ചായ കുടിക്കാൻ പോയി എന്ന് കരുതുക. തിരിച്ചു വന്നാൽ എല്ലാവരും മുമ്പിരുന്ന കസേര തേടിയിട്ട് അകത്തേക്ക് വരിക. ഇനി നമ്മൾ ആദ്യം ഇരുന്ന കസേരയിൽ വേറൊരാൾ ഇരിക്കുന്നതാണ് നമുക്ക് ദേഷ്യം വരും. നമുക്കിന്ന് ഏതെങ്കിലും കസേരയിൽ ഇരുന്നാൽ പോരെ? 5 മിനിറ്റ് ഒരു കസേരയിൽ ഇരുന്നാൽ ആ കസേര നമ്മൾ ഓൺ ചെയ്യും. നമ്മുടെ ബോധത്തിൻ്റെ സ്വഭാവത നമ്മുടെ സ്വന്തമാക്കും. നമ്മൾ ഒന്നും സ്വന്തമാക്കരുത്, നിസ്വാർത്ഥനാവണം. തലച്ചോറിന് നിസ്വാർത്ഥമാവാൻ അറിയില്ല. നമുക്ക് ദേഷ്യവും വരും. ഞാൻ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പണ്ട് ഈ ബസ്സിൽ യാത്ര ചെയ്തും ട്രെയിനിൽ യാത്ര ചെയ്തിട്ടൊക്കെയാണ് പുസ്തകം വായിക്കുക. അങ്ങനെ ഗുരുവായൂരിൽ ബസ് കയറി പോകും, എറണാകുളത്തേക്ക് എവിടേക്കെങ്കിലും ടിക്കറ്റ് എടുക്കും. അപ്പോൾ ഒരു ദിവസം ഗുരുവിൻ്റെ മാണ്ഡൂക്യോപനിഷത്തിന് ഗുരു നിത്യ എഴുതിയ വ്യാഖ്യാനം എടുത്തിട്ട് ബസ്സിലിരുന്ന് ഇങ്ങനെ ബുക്ക് വായിച്ച് പോകാൻ എനിക്കിഷ്ടം. ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൽ പോയി. ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൽ പോയിട്ട് ബസ്സിൽ കയറിയ ആളുകൾ കുറവുള്ള ബസ്സിൽ കയറി, എന്നിട്ടൊരു സീറ്റിലിരുന്നു. അപ്പോൾ എല്ലാ സീറ്റിലും ഒരേ ആളേ ഉള്ളൂ. അപ്പോൾ എനിക്കാണെങ്കിൽ ഒറ്റയ്ക്ക് ഇരുന്നാൽ നല്ല സുഖമാണ്. ഞാൻ മാണ്ഡൂക്യാണ് എനിക്ക് വായിക്കേണ്ടത്. ആ സമയത്ത് ഒരാൾ ബസ്സിലേക്ക് കയറി വന്നു. അപ്പം എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം, അയാൾ ഒരിക്കലും എൻ്റെ സീറ്റിൽ വന്നിരിക്കരുത്. കാരണം എനിക്ക് സമാധാനമായിട്ടിരുന്ന് മാണ്ഡൂക്യം വായിക്കണം. അപ്പോൾ അയാൾ അവിടുത്തെ എവിടെയെങ്കിലും സീറ്റിൽ ഇരുന്നാൽ മതി. പക്ഷെ അയാൾ നേരെ, ഞാനാണ് ബാക്കിലായിരിക്കുന്നു, അയാൾ നേരെ വന്ന് എൻ്റെ സീറ്റിൻ്റെ അടുത്ത് തന്നെ ഇരുന്നു. എനിക്ക് ഒരു ശത്രു എൻ്റെ അടുത്ത് വന്നിരുന്ന പോലെ എൻ്റെ ശരീരത്തിന് തോന്നിയത്, മനസ്സിനല്ല. എൻ്റെ ശരീരം കുറച്ചിങ്ങ് മാറിയിരുന്നു. എന്നിട്ട് എന്നോട് എന്തോ പാപം ചെയ്ത ഒരാളെ പോലെ ഞാൻ അയാളെ നോക്കണം. അയാൾ എന്നെ നോക്കി ചിരിക്കുന്നുണ്ട്, ഞാൻ ചിരിക്കുന്നൊന്നുമില്ല. അയാൾ ചെയ്യാൻ പാടില്ലാത്തൊരു തെറ്റ് ചെയ്ത പോലെ എനിക്ക് തോന്നുന്നത്. അയാൾ എന്തിനാണ് ഇവിടെ വന്നിരുന്നത്? അവിടെയെങ്കിലും ഇരിക്കാമായിരുന്നില്ലേ? പബ്ലിക് ബസ്, എന്നെ പോലെ തന്നെ എല്ലാവർക്കും കയറാൻ റൈറ്റുള്ള ബസ്. ആ ആൾ വണ്ടിയിൽ കയറി വന്ന് എൻ്റെ സീറ്റിൻ്റെ അടുത്ത് വന്ന് ഇരിക്കുന്നതിന് എൻ്റെ ഉള്ളിൽ ദേഷ്യപ്പെട്ടത് എന്തുകൊണ്ടെന്ന് ഞാൻ ചോദിക്കുന്നില്ല. കാരണം എനിക്ക് മാണ്ഡൂക്യോപനിഷത്ത് വായിക്കണം.
മാണ്ഡൂക്യോപനിഷത്തിൽ പറയുന്നത് എന്താ? എല്ലാം ഓംകാരമാണെന്നാണ് പറയുന്നത്. പക്ഷെ തൊട്ടടുത്തിരിക്കുന്ന ആൾ വന്നിരിക്കുമ്പോൾ അസ്വസ്ഥമാകുന്ന എന്നെ കണ്ടു തുടങ്ങുന്നിടത്തുനിന്നാണ് ആത്മാന്വേഷണം തുടങ്ങുന്നതെന്ന് ഞാൻ ആദ്യം പഠിക്കുന്നത് ഗുരുനിത്യയുടെ അടുത്തെത്തിയപ്പോഴാണ്. ഗുരുക്കന്മാരാരും നമ്മളെ ഉപനിഷത്തും മന്ത്രങ്ങളൊന്നും പഠിപ്പിക്കില്ല. ഗുരുക്കന്മാരുടെ കൂടെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ പണ്ഡിതന്മാർ പഠിപ്പിക്കും, ഗുരുക്കന്മാർ പഠിപ്പിക്കില്ല. പണ്ട് ഗുരുകുല സമ്പ്രദായം അനുസരിച്ച് പണ്ട് ഋഷിമാരുടെ അടുത്തേക്ക് ശിഷ്യന്മാർ വിദ്യാഭ്യസിച്ച് പോയാൽ ആദ്യം പഠിപ്പിക്കുക കഞ്ഞി വയ്ക്കാനാണ്, അടുക്കളയിൽ വിറക് കത്തിക്കാനാണ് പഠിപ്പിക്കുക. വിറക് കത്തിച്ച് വെള്ളം ചൂടാക്കാൻ പഠിപ്പിക്കുന്നിടത്തു നിന്നാണ് എല്ലാ ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായം തുടങ്ങുക. ആദ്യം ഞാൻ ഗുരുകുലത്തിൽ ചെന്നപ്പോഴും ഗുരു ആദ്യം ഊട്ടിയിലെ തണുപ്പിൽ വെള്ളം ചൂടാക്കാനാണ് പഠിപ്പിച്ചത്. എളുപ്പമല്ല, ഉപനിഷത്ത് പഠിക്കാൻ പിന്നെ എളുപ്പം. പെട്ടെന്ന് നമ്മൾ ഓൺ ചെയ്യും എല്ലാറ്റിനെയും. നമ്മളൊരു 5 മിനിറ്റ് ഒരു സ്ഥലത്ത് ഇരുന്നാൽ നമ്മുടെ പേര് രജിസ്റ്റർ ചെയ്ത ലാൻഡ് മാത്രമല്ല ഓണായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം. ഇവിടെ ഇരിക്കുന്ന ഈ കസേര മുഴുവൻ ഇപ്പം ഈ ഇരിക്കുന്ന ആളുകളുടെ തലച്ചോറ് ഓൺ ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ പരിപാടി കഴിഞ്ഞ് പോകുന്നത് വരെ, നാളത്തെ പരിപാടിക്ക് വരുന്നത് വരെ ഓരോരുത്തരുടെ സീറ്റ് അവരവരുടേതാ. സ്വന്തം പുറത്തിറങ്ങി അതെപ്പോഴും നമുക്ക് മനസ്സിലാവും. ഒരു 5 മിനിറ്റ് പുറത്തിറങ്ങിയിട്ട് വന്നിരിക്കാൻ പറഞ്ഞാൽ മനസ്സിലാവും. അവിടെ ആരെങ്കിലും ഇരിക്കുന്ന കണ്ടാൽ മനസ്സിലാവും. എന്നാൽ ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് ആർക്കും എവിടെയും ഇരിക്കാമെന്ന് അത് തലച്ചോറിന് അറിയില്ല. നമ്മുടെ അറിവൊന്നും തലച്ചോറിനിലേക്ക് കയറില്ല. അതുകൊണ്ടാണ് നിരന്തരം പ്രാക്ടീസ് ചെയ്യണമെന്ന് പറയുന്നത്. നമ്മൾ വിചാരിക്കരുത് നിരന്തരം ജപിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്താൽ നമ്മളുടെ ബോധം ഇങ്ങനെ ശുദ്ധിയായി വന്ന് നമ്മളിങ്ങനെ ശുദ്ധിയുള്ള ആളാവും. അങ്ങനെ ആവില്ല. ബോധത്തിൻ്റെ ഒരു സ്വഭാവം ഈ ആശു തന്മതി മറന്ന് എന്നുള്ള വാക്കാട്ടെ. നമ്മൾ ഒരേ ഒരു പൊരുളിൽ നിന്നാണ് സർവവും ഉണ്ടായി വന്നത് എന്ന് നാം മറന്നുപോയി എന്ന് ഗുരു പറയുമ്പോൾ എന്താണ് ഈ മറവി എന്നുള്ളതിൻ്റെ ഏറ്റവും വിശാലമായ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. ഞാനൊരിക്കലൊരു ഈ മദ്യപാനം നിർത്തിയ ആളുകളുടെ ഒരു സമ്മേളനത്തിൽ ഒരു മുഖ്യ അതിഥിയായിട്ട് പോയി. കള്ളുകൂടി നിർത്തിയ ആൾക്കാർ ഒരു 500ഓളം ആളുകളുണ്ട്. ഒരു ആൽക്കഹോളിക് അനോണിമസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ്. അവരെ ഇടയ്ക്കിടയ്ക്ക് കൂടും, സത്സംഗം. അങ്ങനെയാണ് അവരെ കള്ളുകൂടി വീണ്ടും മദ്യപാനത്തിലേക്ക് പോകാതിരിക്കാൻ ശ്രമിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു നേതാവ്, മുഖ്യനായിട്ടുള്ള ഒരാൾ 70 വയസ്സുള്ള ഒരു ഹാജിയാരാണ്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ ജാതി മതമൊന്നുമില്ലാതെ മനുഷ്യരെ ആദ്യമായിട്ട് കണ്ടത് ആ കൂട്ടത്തിലാണ്. കാരണം കള്ളുകൂടി നിർത്തിയ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന മനുഷ്യരാണ്. അവർക്ക് ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല. നല്ല സത്യസന്ധരാണ്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ ഏറ്റവും അവസാനം സംസാരിക്കാം, എനിക്ക് നിങ്ങളൊക്കെ പറയുന്നത് കേൾക്കണം ആദ്യം. അപ്പോൾ 70 വയസ്സുള്ള ഈ ഹാജിയാർ വന്നിട്ട് സംസാരിച്ച് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: എനിക്കിപ്പോൾ 70 വയസ്സായി. തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഞാനൊരു മദ്യാസക്തനാണ്. എനിക്കിപ്പോൾ 70 വയസ്സായി. കഴിഞ്ഞ 40 വർഷമായി ഞാൻ മദ്യപിച്ചിട്ടില്ല. 40 വർഷമായിട്ട് മദ്യപിക്കാത്ത ആൾ തുടങ്ങുന്നത് ഞാനൊരു മദ്യാസക്തനാണെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. ഞാനൊരു മദ്യാസക്തനാണ്. കഴിഞ്ഞ 40 വർഷമായി ഞാൻ മദ്യപിച്ചിട്ടില്ല. ദൈവാനുഗ്രഹത്താൽ ഇന്ന് ഞാൻ മദ്യപിച്ചിട്ടില്ല. ഒരാൾ മദ്യപാനം നിർത്തുക എന്ന് പറഞ്ഞാൽ ഒറ്റ അർത്ഥേ ഉള്ളൂ: വിഷപ്പാമ്പിൻ്റെ തലയുടെ മുകളിൽ കാല് വെച്ചിരിക്കുന്നു എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. എപ്പോൾ കാല് മാറ്റുന്നോ അപ്പോൾ പാമ്പ് കൊത്തും. അല്ലാതെ ഒരാഴ്ച കള്ളു കുടിക്കാതിരുന്നാൽ എനിക്കിനി കള്ളുകുടിയേ എന്നെ ബാധിക്കില്ല എന്ന് പറയുന്ന പോലെയാണ് ഈ സ്പിരിച്വലായ ആളുകൾക്ക് ഇങ്ങനത്തെ ഒരു രോഗമുണ്ട്. എന്തെങ്കിലും ഒരു ദിവസം പെട്ടെന്ന് വല്ല ഉപനിഷത്ത് പഠിക്കുകയോ ധ്യാനിക്കുകയോ പ്രാർത്ഥിക്കുകയോ എന്തെങ്കിലും പ്രാക്ടീസ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ അവർക്കങ്ങ് തോന്നും, എൻ്റെ കാമക്രോധ ലോഭ മത മാത്സര്യങ്ങളും അഹങ്കാരമൊക്കെ കുറേ കുറഞ്ഞു പോയി എന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ന് വരെ മദ്യപിച്ചിട്ടില്ല, പക്ഷേ ഞാനൊരു അഹങ്കാരാസക്തനാണ്. ലോകത്തിലെല്ലാ മനുഷ്യരും അഹങ്കാരാസക്തരാണ്. ഗുരുനിത്യ ഒരു ഉദാഹരണം പറയും. നമ്മൾ 50 വർഷം ദിവസം പല്ല് തേച്ചാലും 51ാമത്തെ വർഷം ആദ്യ ദിവസം രാവിലെ പല്ല് തേച്ചില്ലെങ്കിൽ 2 മണിക്കൂർ കഴിഞ്ഞാൽ വായ നാറും.
മനസ്സങ്ങനെയാണ്. മനസ്സെന്ന് പറയുന്നത് ധ്യാനിച്ച് ധ്യാനിച്ച് ശുദ്ധിയാക്കാൻ പറ്റുന്ന ഒന്നല്ല. നമ്മൾ എന്നിട്ട് ഒരിക്കലും പറഞ്ഞിട്ടില്ലല്ലോ, നമ്മൾ എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ, ഞാൻ കഴിഞ്ഞ 25-50 വർഷമായിട്ട് ദിവസവും രാവിലെ എണീറ്റ് കുളിക്കുന്നു, ഇതെന്താണ് കുളിച്ച് നമ്മൾ ശുദ്ധമാവാത്തത്? നമ്മൾ ആരും ചോദിച്ചിട്ടില്ല. നമ്മൾ ദിവസം എണീറ്റ് രാവിലെ കുളിക്കും, ദിവസം എണീറ്റ് രാവിലെ പല്ല് തേക്കും. ഇത്രയും ദിവസം പല്ല് തേച്ചിട്ടും ഇത്രയും ദിവസം കുളിച്ചിട്ടും പിന്നെ എന്താണ് പിറ്റേ ദിവസം എഴുന്നേൽക്കുമ്പോൾ വീണ്ടും ശരീരം നാറുന്നത്, വായ നാറുന്നത്, ഞാൻ എന്തിനാണ് പുതിയ വസ്ത്രം ധരിക്കേണ്ടി വരുന്നത് എന്ന് നമ്മൾ ചോദിക്കാറില്ല. എന്തുകൊണ്ട് ചോദിക്കാറില്ല? നമുക്കറിയാം, ദിവസവും കുളിക്കുകയും ദിവസവും പല്ല് തേക്കുകയും ചെയ്താൽ മാത്രമേ വായ നാറാതിരിക്കൂ, ശരീരം നാറാതിരിക്കൂ എന്ന് നമുക്കറിയാം. ഇതുപോലെയാണ് മനസ്സ്. ശ്രദ്ധയോടെ ഇരുന്നാൽ മാത്രം നാറാത്ത ഒന്നാണ് മനസ്സ്. പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഒരിക്കലും നാറാത്ത മനസ്സുണ്ടാക്കാൻ പറ്റില്ല. പ്രാർത്ഥിച്ച് ശ്രദ്ധയെ ഉണ്ടാക്കാനേ പറ്റൂ. നാറാത്ത മനസ്സുണ്ടാക്കാൻ പറ്റില്ല, ശുദ്ധമായ മനസ്സുണ്ടാക്കാൻ പറ്റില്ല. ശ്രദ്ധ തെറ്റിയാൽ ഋഷിയും മോശമായിട്ടുള്ള ആളാവും. ഇപ്പൊ ഗുരു ഇടയ്ക്ക് പെട്ടെന്നങ്ങ് ദേഷ്യപ്പെടും. എന്നിട്ട് ഗുരു എന്ന് പറയും, കൈവിട്ടു പോയടോ. അത് പറയാനുള്ള ആർജവത്തിന് പറയണ പേരാണ് ഗുരുത്വം. നമ്മളൊക്കെ വിചാരിച്ചിരുന്നത് ഗുരു ഇങ്ങനെ ധ്യാനിച്ച് ഒരു എല്ലാം ഒഴിഞ്ഞിരിക്കുന്ന ആളാണെന്നാണ്. ബുദ്ധൻ്റെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മൂക്കിൽ വന്നിരുന്ന കൊതുകിനെ അടിച്ച ബുദ്ധൻ. കൊതുകിനടിച്ചു, പിന്നെ ബുദ്ധൻ മെല്ലെ രണ്ടാമത് ഇങ്ങനെ കൊണ്ടുപോയി. അപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, അതെന്തിനാണ് വീണ്ടും കൈ ഇങ്ങനെ രണ്ടാമത്? ഇല്ല, ഞാൻ രണ്ടാമത് എൻ്റെ അവയർനെസ് പ്രാക്ടീസ് ചെയ്തതാണ്. ബുദ്ധനാണ് പറയുന്നത്. ശ്രദ്ധ പോയപ്പോൾ അടിച്ചു കൊന്നു. പ്രസംഗിക്കുന്നത് മുഴുവൻ അഹിംസയാണ്. ഞാൻ കൊല്ലേണ്ടായിരുന്നു, ഇങ്ങനെ വെറുതെ തട്ടിയാൽ മതിയായിരുന്നു, പക്ഷെ അടിച്ചു കൊന്നുപോയി. അപ്പോൾ ഒന്നുകൂടി ഞാൻ എന്നെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് മറന്നുപോയതിനെ ഓർമ്മിപ്പിക്കുകയാണ് വീണ്ടും ചെയ്തിട്ട്. ആരാ പറയണ? ബുദ്ധനാ. നമ്മളൊക്കെ 4 ദിവസം ധ്യാനിച്ചു കഴിഞ്ഞാൽ നല്ലവരായി പോകും. ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഗുരുവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഞാൻ ധ്യാനിച്ചിട്ട് ആളുകൾ എന്നോട് ചോദിക്കും, നിങ്ങൾക്കിപ്പോൾ ദേഷ്യം വരാറുണ്ട്? ദേഷ്യമൊന്നും എനിക്കങ്ങനെ വരാറില്ല. വെറുപ്പൊക്കെ എപ്പോഴേ പോയി കഴിഞ്ഞു. എന്നിട്ട് ഞാൻ ഗുരുവിൻ്റെ അടുത്ത് ചെല്ലുന്ന സമയത്ത് ഗുരുവിൻ്റെ ആത്മകഥയ്ക്ക് ആമുഖം എഴുതുകയാണ്. ഗുരുനിത്യ ആമുഖം എഴുതുന്നത് ഇങ്ങനെയാണ്: എനിക്കിപ്പോൾ 70 വയസ്സ് കഴിഞ്ഞു. എൻ്റെ ഗുരു നടരാജഗുരു ഇപ്പോൾ ജീവിച്ചിരുന്നു എന്ന് കരുതുക. എന്നേക്കാൾ സ്വാധീനം ചെലുത്തുന്ന ഒരു ശിഷ്യൻ ഈ സമയത്തും നടരാജഗുരുവിൻ്റെ അടുത്ത് വന്നാൽ എനിക്ക് അയാളോട് ദേഷ്യം തോന്നും. ഞാൻ ഞെട്ടി, കാരണം എൻ്റെ ദേഷ്യമൊക്കെ പോയിട്ടാണ് ഞാൻ ഗുരുവിൻ്റെ അടുത്ത് പോയിരിക്കുന്നത്. കാരണം ഞാൻ കുറേ പ്രാണായാമമൊക്കെ അഭ്യസിച്ച് പല കോഴ്സുകളൊക്കെ ചെയ്ത് ഉപനിഷത്തൊക്കെ പഠിച്ചിട്ടേ പോവാണ്. ഇത്രയൊക്കെ ചെയ്ത് എനിക്ക് ദേഷ്യം വരുമെന്ന് പറയാൻ പാടില്ലല്ലോ. സ്പിരിച്വലായി കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രശ്നം ഒരുപാട് നുണ പറയേണ്ടി വരും എന്നുള്ള. സത്യസന്ധമായിട്ട് നമ്മൾ പറയില്ല, നമ്മൾ അഭിനയിക്കും കൂടുതൽ. പ്രത്യേക ഒരു ശാന്തത ഒക്കെ വരുത്തി ഒരുപാട്. അതുകൊണ്ടാണ് നമ്മൾക്ക് പലപ്പോഴും അങ്ങനെയുള്ള ആളുകൾ അടുത്തിടപഴകുമ്പോൾ നമ്മൾ നിരാശപ്പെടേണ്ടി വരുന്നത്. പക്ഷെ ഗുരു എഴുതുന്നത് നേരെ തിരിച്ചാണ്. പക്ഷെ ഗുരു ഒരു കാര്യം പറയുന്നു: ഈ 70ാമത്തെ വയസ്സിൽ എന്നേക്കാൾ സ്വാധീനം ചെലുത്തുന്ന ഒരു ശിഷ്യൻ ഗുരുവിൻ്റെ അടുത്ത് വന്നാൽ എനിക്ക് അദ്ദേഹത്തിനോട് നീരസം തോന്നും, അമർഷം തോന്നും, ദേഷ്യം തോന്നും. പക്ഷേ എൻ്റെ ഉള്ളിലെ അസ്വസ്ഥത അയാൾക്ക് ഗുരുവിനോടുള്ള ബന്ധത്തിന് തടസ്സമായി വരുന്ന രീതിയിൽ പ്രതികരണമായി വരാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കും. എൻ്റെ ഉള്ളിൽ ദേഷ്യം, അമർഷം, നീരസം വരും. പക്ഷെ അത് പുറത്തേക്ക് വിട്ട് ആ ആളും ഗുരുവും തമ്മിലുള്ള ബന്ധത്തിന് അസ്വസ്ഥത ഉണ്ടാക്കുന്ന രീതിയിൽ തടസ്സമായി, പ്രതികരണമായി വരാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കും. എനിക്ക് തരിയില്ലാത്ത മുന്തിരിയാവണ്ട. എൻ്റെ അസൂയയെ ഞാൻ പഴിക്കില്ല. പക്ഷെ എൻ്റെ അസൂയ അവനക്ക് അസ്വസ്ഥതയുണ്ടാകുന്ന രീതിയിൽ പ്രതികരണമായി പുറത്തേക്ക് വരാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കും. എനിക്ക് തരിയില്ലാത്ത മുന്തിരിയാവണ്ട, എനിക്ക് വിശപ്പല്ലില്ലാത്ത പാമ്പാവണ്ട, എനിക്ക് മുള്ളില്ലാത്ത ചെടിയിലെ പനിനീർപ്പൂവാവണ്ട. ഇതിനെയാണ് ഉപനിഷത്ത് സാക്ഷിഭാവം എന്ന് പറയുന്നത്. ഉപനിഷത്ത് പറയുന്നത്, നിങ്ങളിങ്ങനെ നിങ്ങളുടെ ബോധത്തെ മുഴുവൻ ശുദ്ധീകരിച്ച് കാമക്രോധ ലോഭ മോഹ മത മാത്സര്യങ്ങളൊന്നും ഇല്ലാതെ ആവുന്ന ബോധമായി മാറണം എന്നല്ല, സാക്ഷിയായിരിക്കണം എന്നാണ് പറയുന്നത്. കാരണം നമ്മുടെ ബോധത്തിൽ ഉണരുന്ന
കാമക്രോധ ലോഭ മോഹ മത മാത്സര്യങ്ങളൊന്നും നമ്മൾ ഉണ്ടാക്കിയതല്ല, ബോധത്തിൽ ഉള്ളതാണ്. പക്ഷെ പുറത്തേക്ക് വിടുന്നത് നമ്മളാണ്. അതുകൊണ്ടാണ് സംയമനമാണ് വഴി എന്ന് പറയുന്നത്. സഹനം സർവദുഃഖാനാം അപ്രതികാരപൂർവകം ചിന്താവിലാപരഹിതം. തിദിക്ഷ എന്ന് പറയുന്നതിനെ കുറിച്ച് ശങ്കരാചാര്യ സ്വാമികൾ പറയുന്നതാണ്. സഹിക്കണം, അടക്കണം നമ്മുടെ താപങ്ങളെ. കംപ്ലീറ്റ് ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായ അപൂർവം ചില മനുഷ്യർ ഉണ്ടായേക്കാം ലോകത്തിൽ, ഇല്ല എന്നല്ല. പക്ഷെ അതൊക്കെ എവല്യൂഷനിലെ മിസ്റ്റേക്കുകളാണെന്നും അതുകൊണ്ടാണ് അവരെ മിസ്റ്റിക്കുകൾ എന്ന് പറഞ്ഞതെന്നും തമാശക്ക് പറയാറുണ്ട്. അത് കണ്ട് നമ്മൾക്ക് പനിച്ചിട്ട് കാര്യമില്ല. ഒരു രമണ മഹർഷിയെ കണ്ടിട്ടോ ഒരു നാരായണ ഗുരുവിനെ കണ്ടിട്ടോ അവരൊന്നും എന്തെങ്കിലും പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ ആയവരല്ല. അവരെപ്പോഴും അങ്ങനെ ആയിരുന്നവരാണ്. അല്ലാതെ എവിടെയെങ്കിലും പോയിരുന്ന് ധ്യാനിച്ചായി തീർന്നവരല്ല. ജന്മന അങ്ങനെ ആയവരാണ്. അതുകൊണ്ട് വലിയ ട്രാൻസ്ഫോർമേഷൻ ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. പക്ഷെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പ്രതികരണങ്ങളെയാണ്. ഇപ്പൊ നമ്മൾ ഒരു കസാര പോലും ഞാൻ പറഞ്ഞത്, അപ്പൊ എന്തുകൊണ്ടാണ് നമ്മുടെ തലച്ചോറിന് സർവവും ഒരേ ഒരു ഉണ്മയിൽ നിന്ന് ഉണ്ടായി വന്നതാണ് എന്ന ഓർമ്മയില്ല. അത് മറന്നു പോകുമ്പോൾ അന്നാദിയിൽ പ്രിയമുണരും, പ്രിയവും അപ്രിയവും രണ്ടും ഉണരും. ചിലതിനോട് നമുക്ക് പ്രിയം തോന്നും, ചിലതിനോട് നമുക്ക് അപ്രിയം തോന്നും. രണ്ടും ഈ മറവിയിൽ നിന്നുണ്ടായതാണ്. പ്രിയമുണർന്നാലോ, ഒന്നായ മാമതിയിൽ നിന്ന് 1000 ത്രിപുടി വന്ന് ആശുതൻ മതി മറന്ന് അന്നാദിയിൽ പ്രിയമുയർന്ന് ആടലാം കടലിൽ ഒന്നായി വീണു വലയും എന്നാശയം. ദുഃഖമാകുന്ന കടലിൽ ഒരു ഭാഗത്ത് പ്രിയത്തിൻ്റെ ലോകം, ഒരു ഭാഗത്ത് അപ്രിയത്തിൻ്റെ ലോകം. ചിലതിനോടൊക്കെ ഇഷ്ടം തോന്നുന്നു, ചിലതിനോടൊക്കെ അനിഷ്ടം തോന്നുന്നു. ഇത് രണ്ടും തമ്മിലുള്ള സംഘർഷങ്ങൾ കൊണ്ട് ചിലതൊക്കെ സ്വന്തമാക്കാൻ തോന്നുന്നു, ചിലതിനൊക്കെ തള്ളി മാറ്റാൻ തോന്നുന്നു. വേണ്ടാന്ന് വെക്കല്ല, തള്ളി മാറ്റാൻ തോന്നുന്നു. ഇതിൻ്റെ ഒരു സംഘർഷത്തിൽപ്പെട്ട് ആകപ്പാടെ ദുഃഖം അനുഭവിക്കുന്ന ഒരു ബോധത്തിൻ്റെ ഉടമകളായി നമ്മൾ മാറി. ഗതി പെറും. ഇതിൽ നിന്ന് ഇനി എങ്ങനെയാണെന്ന് രക്ഷപ്പെടുക? ഗതി പെറും നാദഭൂമിയിലമർന്ന് ആവിരാഭ പടരും ചിന്നാഭിയിൽ ത്രിപുടി എന്നാണ് അറുമ്പടി കലർന്ന് ആറിടുന്നു ജനനീ. ഈ തീക്ഷ്ണതകളൊക്കെ ഒന്ന് ആറണം, ഇതൊക്കെ ഒന്ന് ആറി തണുക്കണം. അതിന് ഉള്ളിലെ നാദഭൂമി, നമ്മുടെ ഉള്ളിൽ 2 തരത്തിലുള്ള ഇടങ്ങളുണ്ട്. ഒന്ന് നാദം അനുഭവിപ്പിക്കുന്ന, വിലയിപ്പിക്കുന്ന, ലയം അനുഭവിപ്പിക്കുന്ന ഇടമുണ്ട്. വേറൊന്ന് സംഘർഷം അനുഭവിപ്പിക്കുന്ന, വലിഞ്ഞു മുറുകലുകൾ അനുഭവിപ്പിക്കുന്ന ഇടങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഇന്ദ്രിയങ്ങളിലൂടെ, എൻ്റെ മനസ്സിലൂടെ, എൻ്റെ ബുദ്ധിയിലൂടെ എനിക്ക് ഏറ്റവും കൂടുതൽ സ്വരലയം അനുഭവിപ്പിക്കുന്ന, എനിക്ക് ഏറ്റവും കൂടുതൽ ഹൃദ്യത തരുന്ന, എനിക്ക് ഏറ്റവും കൂടുതൽ സമാധാനം തരുന്ന ലോകങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് അതിൽ കൂടുതൽ സഞ്ചരിച്ച് ആ നാദഭൂമികയോട് പാരസ്പര്യപ്പെട്ട് ഇരിക്കുന്നതിലൂടെ മാത്രമേ എനിക്ക് സർവ്വതിനും ഉറവിടമായിരിക്കുന്ന ആ കരുവിലേക്ക്, ആ ആവിരാഭ ആത്മപ്രഭാവം പ്രസരിക്കുന്ന ആ മൂലപ്രകൃതിയിലേക്ക് പോകാൻ കഴിയും. ആ പ്രശാന്തിയിൽ, ആ സമാധാനത്തിൽ ആയിരിക്കുമ്പോൾ മാത്രമേ സർവവും പലതായിരിക്കുന്നു എന്ന അനുഭവം വിട്ട്, ഇപ്പം നമ്മൾ തന്നെ ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മൾ നല്ല പീസ്ഫുൾ ആയിരിക്കുന്ന സമയത്ത്, ഏറ്റവും പീസ്ഫുൾ ആയിരിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നമുക്കറിയാം എന്താണ് വേണ്ടത്, എന്താണ് വേണ്ടാത്തതെന്ന്. പലരും പലതിലേക്കും വിളിക്കുമ്പോൾ നമ്മൾ പറയും, ഇപ്പം ഞാൻ വരുന്നില്ല, അങ്ങോട്ടേക്ക് ഞാനില്ല, ഇതെനിക്ക് വേണ്ട. ഏറ്റവും പീസ്ഫുൾ ആയിട്ടിരിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുന്നത് പോലും മിതമായിരിക്കും. നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം. നമ്മൾ സമാധാനത്തോടു കൂടി ഇരിക്കുമ്പോൾ ആരും വാരി വലിച്ച് ഭക്ഷണം കഴിക്കാറില്ല.
വാരി വലിച്ച് സംസാരിക്കാറില്ല, ഗോസിപ്പ് പറയാറില്ല. നമ്മൾ മിതത്വം എന്ന് പറയുന്ന നമ്മുടെ വാക്കിൽ, നമ്മുടെ പ്രവൃത്തിയിൽ, നമ്മുടെ ചിന്തയിലെല്ലാം മിതത്വം ഉണ്ടാവും. ഈ മിതത്വമാണ് നമ്മുടെ ബോധത്തിൻ്റെ നാദഭൂമികയിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു വഴി. ഒറ്റടിക്ക് അറുമ്പടി ത്രിപുടി കലർന്ന് ഉരുകാനൊന്നും നമ്മളെ കൊണ്ട് സാധ്യമല്ല. പക്ഷെ എന്നാണ് അങ്ങനെ സംഭവിക്കുക എന്നാണ് പ്രാർത്ഥന. പക്ഷെ ആവിരാഭ പടരും ചിന്നാഭിയിൽ, സർവവും രൂപപ്പെട്ടു വന്ന ആ അറിവിൻ്റെ നാഭിയിൽ, കേന്ദ്രത്തിൽ എല്ലാ ത്രിപുടികളും അണഞ്ഞ് പരമമായിരിക്കുന്ന വെളിച്ചമായി എന്നാണ് ഞാൻ മാറുക എന്ന ചോദ്യത്തിന് ഒറ്റടിക്ക് നമുക്ക് മാറാനും പറ്റില്ല. ധൃതിയില്ലായ്മയാണ് അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ്. ഗുരുനിത്യ എപ്പോഴും പറയും, ഒറ്റടിക്ക് ഇതൊക്കെ ഒന്ന് മാറി നല്ലൊരു മനുഷ്യനാവണമെന്ന് തീരുമാനിക്കാൻ പറ്റും. പക്ഷെ മെല്ലെ അത് നടക്കും. കാരണം ജന്മജന്മാന്തരങ്ങളായി ശീലിച്ച് ഉറച്ചു വന്ന സ്വഭാവത്തിൻ്റെ ഉടമകളാണ് നമ്മൾ. ആ സ്വഭാവത്തെ ഒറ്റയടിക്കൊന്നും മാറ്റിമറിക്കാൻ പറ്റില്ല. ആ സ്വഭാവത്തെ മാറ്റിമറിക്കണമെങ്കിൽ നമ്മളുടെ എല്ലാവരുടെയും സ്വരൂപം ഒന്നാണെങ്കിലും വ്യത്യസ്തമായ സ്വഭാവ സവിശേഷതകളോടുകൂടിയ നമ്മുടെ ബോധത്തിൽ നിന്ന് നമ്മളുടെ ബോധത്തിന് വെളിച്ചം തരുന്ന സ്വഭാവത്തെ കണ്ടെത്തി ആ സ്വഭാവത്തിനനുസൃതമായ സ്വധർമ്മത്തിൽ വ്യാപരിക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് ആ നാദഭൂമിയിലേക്ക് പ്രവേശിക്കാൻ പറ്റൂ. സ്വധർമ്മം എന്ന് പറഞ്ഞാൽ സ്വകർമ്മം എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ഒരു ഡോക്ടറായിട്ടിരിക്കലല്ല സ്വധർമ്മം. കണ്ണിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് കാണുക എന്നുള്ളതാണ്. പക്ഷേ കാണലെല്ലാം നമുക്ക് സമാധാനം തരുന്നതല്ല. അപ്പോൾ കണ്ണിൻ്റെ സ്വധർമ്മം എന്താണ്? കണ്ണിൻ്റെ ധർമ്മം കാണുക എന്നുള്ളതാണ്. കണ്ണിൻ്റെ സ്വധർമ്മം എന്താണ്? അതൊരു പ്രാക്ടീസാണ്. എൻ്റെ ബോധത്തിന് സമാധാനം തരുന്ന കാഴ്ചയെ മാത്രം ഞാൻ ഉള്ളിലേക്ക് എടുത്താൽ മതി എന്ന് തീരുമാനിക്കുന്നിടത്താണ് കണ്ണിൻ്റെ സ്വധർമ്മം ഉണ്ടാകുന്നത്. അതേപോലെ നമുക്ക് ആരും കേൾക്കണ്ട എന്ന് തീരുമാനിക്കാൻ നമുക്ക് പറ്റില്ല. നമ്മളോട് പറയുന്നതൊക്കെ നമ്മൾ കേട്ടേ പറ്റൂ. കേൾക്കുക എന്ന് പറയുന്നത് ചെവിയുടെ ധർമ്മമാണ്. പക്ഷേ എനിക്കും എൻ്റെ ചുറ്റുപാടുമുള്ള മനുഷ്യർക്കും സഹജീവികൾക്കും അസ്വസ്ഥതയുണ്ടാക്കുന്ന തരത്തിലുള്ളതൊന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞാൽ കേട്ടത് ഉള്ളിലേക്ക് എടുക്കണ്ട എന്ന് തീരുമാനിക്കലാണ് ചെവിയുടെ സ്വധർമ്മം. കേൾക്കും, പക്ഷെ കേട്ടത് ഉള്ളിലേക്ക് എടുക്കാതെ അവിടെ തന്നെ വിട്ടുകളയുക എന്നുള്ളതാണ്. അവിടെയാണ് ഭദ്രം കർണേഭി ശൃണുയാമ ദേവാഹ, നിത്യമായതിനെ, എനിക്ക് സമാധാനം തരുന്നതിനെ മാത്രം ഞാൻ കേൾക്കുമാറാവട്ടെ എന്നാണ് പ്രാർത്ഥന. ഇതേപോലെ നമ്മുടെ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയെയും അത് പല വിഷയങ്ങളിലേക്ക് പരതി പോകുമ്പോൾ, 9 മണിയായില്ലേ, ഇപ്പം നിർത്താട്ടോ, പല വിഷയങ്ങളിലേക്ക് ചെതറിപ്പോകുമ്പോൾ അതിൽ എനിക്കും എൻ്റെ ചുറ്റുമുള്ളവർക്കും സ്വസ്ഥത തരുന്നതിനെ മാത്രം ഉള്ളിലേക്കെടുത്താൽ മതിയെന്നും ഒരാൾ തീരുമാനിക്കുമ്പോൾ അയാളുടെ സ്വഭാവത്തിനനുസൃതമായ സ്വധർമ്മം അനുഷ്ഠിക്കുന്ന ആളാണ്. ഇങ്ങനെ സ്വഭാവത്തിനനുസൃതമായ സ്വധർമ്മം ശ്രദ്ധയോടെ അനുഷ്ഠിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് മാത്രമേ ബോധത്തിൻ്റെ കേന്ദ്രബിന്ദുവായിരിക്കുന്ന ആ ഉണ്മയിലേക്ക് പ്രവേശിക്കാനുള്ള വഴി തെളിഞ്ഞു കിട്ടുകയുള്ളൂ. നമ്മുടെ എല്ലാ ത്രിപുടികളും ഒടുങ്ങി സ്വസ്ഥത അനുഭവിക്കാൻ കഴിയൂ എന്നാണ് ഈ മന്ത്രത്തിലൂടെ ഗുരു പറഞ്ഞു വയ്ക്കുന്നത്. ഒന്നായ മാമതിയിൽ നിന്ന് 1000 ത്രിപുടി വന്ന് ആശുതൻ മതിമറന്ന് അന്നാദിയിൽ പ്രിയമുയർന്ന് ആടലാം കടലിൽ ഒന്നായി വീണു വലയും എന്നാശയം ഗതിപെറും നാദഭൂമിയിലമർന്ന് ആവിരാഭ പടരും ചിന്നാഭിയിൽ
ത്രിപുടി എന്നാണ് അറുമ്പടി കലർന്ന് ആറിടുന്നു ജനനീ. നമസ്കാരം. നമുക്ക് മറ്റന്നാൾ എനിക്ക് എറണാകുളത്തൊരു ക്ലാസ് ഉള്ളതുകൊണ്ട് നാളെ 8:55 എൻ്റെ ട്രെയിൻ. അല്ല, 8:55. അപ്പോൾ നാളെ ഒരു 6:45 നമുക്ക് ക്ലാസ് തുടങ്ങാൻ പറ്റിയാൽ നല്ലതായിരിക്കും. 8:15 ക്ലാസ് നിർത്തണം. നമുക്കിങ്ങനെ ഒരു 1.25 മണിക്കൂറെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും അടുത്ത പ്രാവശ്യം